गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम शांति शांति शांति। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यो। എല്ലാവർക്കും നമസ്കാരം. പുതിയ വിദ്യാർത്ഥികളാണ്, പുതിയ അന്വേഷകരാണ്, പുതിയ പഠിതാക്കളാണ്. അതുകൊണ്ടാണ് ഈ നിലത്തെഴുത്ത് പോലെ നിങ്ങളെ ദൈവദശകം എന്ന കൃതി തന്നെ ആദ്യം തന്നെ പ്രസാദേട്ടൻ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ ചിരപരിചിതമാണ്, സുപരിചിതമാണ് എന്ന് തോന്നുമെങ്കിലും അതിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇല്ല, ഞാൻ അത്രയ്ക്ക് അങ്ങ് പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ഭാവത്തെ ഉണർത്താൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം. നമ്മളൊരു 5 വയസ്സ് മുതൽ, അല്ലെങ്കിൽ നമുക്ക് പാടാനറിയാവുന്ന, പാരായണം ചെയ്യാനറിയാവുന്ന നാൾ മുതൽ പൂർവിക സ്വത്ത് പോലെ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ നമുക്ക് പകർന്നു കിട്ടിയ ആകെയുള്ള ഒരു ദിവ്യാമൃതമാണ് ഈ ദൈവമേ കാത്തുകൊള്ളുക, അല്ലേ? ഏത് പ്രാർത്ഥന അറിയാം, ദൈവദശകം അറിയാമെന്നൊന്നും പറയാറിയില്ല. ദൈവമേ കാത്തുകൊള്ളുക അറിയാവുന്നേ പറയുള്ളൂ. ദൈവമേ കാത്തുകൊള്ളുകയുടെ പേര് ദൈവദശകമാണ് എന്ന് അറിയാൻ തുടങ്ങിയിട്ട് വലിയ കാലമൊന്നും ആയിട്ടില്ല, അല്ലേ? ആകെ 2 പ്രാർത്ഥനയെ ചെല്ലുള്ളൂ, ദൈവമേ കാത്തുകൊള്ളുകയും നാരായണമൂർത്തിയും. നാരായണമൂർത്തിയുടെ പേര് ഗുരുസ്തവം എന്നാണെന്നും ദൈവദശകമാണ് ദൈവമേ കാത്തുകൊള്ളുക എന്നതിൻ്റെ പേര് എന്നൊക്കെ അറിയുന്നത് നമ്മുടെ ഈ അടുത്ത കാലത്താണ്, വലിയ വർഷങ്ങളൊന്നും ആയിട്ടില്ല. അപ്പം അന്ന് മുതൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന ഒരു, അല്ലെങ്കിൽ ചൊല്ലി വരുന്ന ഈശ്വരനെ, സർവേശ്വരനെ പുകഴ്ത്തുന്ന ഒരു നല്ല ഒരു പ്രാർത്ഥനാഗീതമാണ് ദൈവദശകം. നമുക്കറിയാം, ഗുരുദേവന്റെ സങ്കല്പം, ഗുരുവിൻ്റെ ദർശനം, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാവിധമായിരിക്കുന്ന ദാർശനികതയ്ക്കും അതിൻ്റെതായിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഗുരു പലതിനെയും ആരും അവതരിപ്പിക്കാത്ത രീതിയിൽ പുതിയതായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു അനുപമേയത്വം എന്ന് പറയും, യുണീക്ക്നെസ്. എന്തൊരു യുണീക്കാണ് ആ കുട്ടി എന്ന് പറയുന്നത്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നർത്ഥം വരുന്ന ഒരു അനുപമേയത ഗുരുവിൻ്റെ ദർശനത്തിനുമുണ്ട്. ഗുരു അവതരിപ്പിച്ച രീതിക്കുണ്ട്, ഗുരുവിൻ്റെ കാഴ്ചപ്പാടിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ അറിയുന്ന ഒരു വാക്യം എന്ന് പറയുന്നത്, ഒരു പ്രമാണം എന്ന് പറയുന്നത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, അല്ലേ? നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ അറിയാതിരിക്കാം. ശ്രീനാരായണ ഗുരുദേവൻ വാസുദേവാഷ്ടകം എഴുതിയിട്ടുണ്ട്, ദർശനമാല എഴുതിയിട്ടുണ്ട്. പക്ഷെ നാട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ ആചാര്യനല്ലേ എന്ന് പറയും. വേറെ ഒന്നും പറയാൻ അവർക്കറിയില്ല. പക്ഷെ അത്ര കണ്ട് കേരളീയ മനസ്സിൽ വേരൂന്നിയ ഒരു വാക്യശകലമായിട്ട് അത് പിന്നീട് മാറുകയാണ് ഉണ്ടായത്. അത്രയും അർത്ഥഗാംഭീര്യമുള്ള, അത്രയും ആഴത്തിലുള്ള ഒരു ചിന്തയ്ക്ക് ഒരു നമ്മുടെ സമൂഹം, നമ്മുടെ മലയാളക്കര ഈ ഒറ്റ വാക്യം കൊണ്ടാണ് പ്രബുദ്ധമായത് എന്ന് വേണമെങ്കിൽ പറയാം. കാഴ്ചകൾ മാറിയത് ഈ ഒറ്റ വാക്യത്തിലൂടെയാണ്. ഈ ഒറ്റ വാക്യത്തിൻ്റെ വ്യാപ്തി കൊണ്ടാണ് ഒരു വലിയ ഇരുണ്ട കാലഘട്ടം നമ്മളിൽ നിന്ന് പോയത്.
ഒരു പുതിയ വെളിച്ചത്തിൻ്റെ വെള്ളികിരണങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു വാക്യമാണ് ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അന്ന് വരെ ആരും വിചാരിക്കാത്ത, ഒരു പക്ഷേ ഉപനിഷത്തിലെ ഋഷിമാര് പാടിയിട്ടുണ്ട്, പക്ഷെ അതല്ലാതെ വേറെ ആരും വിചാരിക്കാത്ത ഒരു വലിയ ലോകത്തിന്, ഒരു ഏകലോക സമൂഹത്തെ നോക്കിയിട്ട് ഗുരു അരുളിയ വാക്യമാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ആർക്കാണ് ഇതൊക്കെ വേണ്ടത്? ദൈവത്തിന് വേണ്ട, അല്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് വേണ്ട, മനുഷ്യന് ഇതൊക്കെ വേണം. എന്ത് വേണം? മനുഷ്യന് ഇതല്ലാതെ അത്യാവശ്യമുണ്ട്, പക്ഷെ അവിടെയൊക്കെ എന്ത് വേണം? ഒരു എന്ന ഒരു ഏകത്വത്തെ ദർശിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ജാതിയിൽ, മതത്തിൽ, ദൈവത്തിലൊക്കെ ഒരു ഒരുമയെ കണ്ടെത്താൻ ആർക്കാണോ കഴിയുന്നത് അവരാണ് മനുഷ്യനാകുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന പദം, നമ്മൾ ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ അവകാശപ്പെടണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മളുടെ ചിന്താഗതികളിൽ, നമ്മുടെ മനോഭാവങ്ങളൊക്കെ വിശാലമാകുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ്. അതല്ലാത്ത ഇടത്തോളം നമ്മളൊരു മനുഷ്യനായി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ മനുഷ്യന്റെ ഏറ്റവും ഉദാത്തമായ തലമാണ് നല്ല മനുഷ്യൻ എന്ന തലം. അപ്പൊ അവിടെ തൊട്ട് പുറകെ ഗുരുദേവൻ ഒരു വാക്യം കൂടി കൂട്ടിച്ചേർത്തു: മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആദ്യം മനുഷ്യൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു, പക്ഷെ നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഗുരു ആഗ്രഹിച്ചത് എന്നാണ് അർത്ഥം. ഒരു വ്യക്തി നല്ല ജാതിക്കാരൻ, നല്ല മതക്കാരൻ, നല്ല ദൈവക്കാരൻ എന്നുള്ളതല്ല. ഇതൊക്കെ അവനെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കുമെങ്കിൽ അവിടെ ഇത് നമുക്ക് സഹായകമാകും. അവിടെ ഇത്തരം ദർശനങ്ങൾ ഒരു വ്യക്തിയെ പരിവർത്തനപ്പെടുത്തുമെങ്കിൽ അത് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും എന്ന് കരുതിയിട്ടാണ്. അപ്പൊ നല്ല മനുഷ്യനാവുക എന്നുള്ളത് ഗുരുവിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, അല്ലേ? നല്ല മനുഷ്യനാവുക വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ജീവിതം എന്ന് ചോദിക്കുമ്പോൾ നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. ഉത്തരം വളരെ ലളിതമാണ്: നല്ല മനുഷ്യനാവുക, അല്ലേ? അപ്പൊ നമ്മളും നല്ല മനുഷ്യനാവുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ പറയില്ല, ഗുരുദേവകൃതിയൊക്കെ ഒന്ന് പദാനുപദം വിഘടിച്ചൊന്ന് അർത്ഥം പഠിക്കാനതൊക്കെ ആയിരിക്കാം നമ്മൾ പറയുന്നതെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ നമ്മൾ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എന്തോ ഒരു മാറ്റം, എപ്പോഴും എന്തോ ഒരു വെളിപാട് പോലെ എന്നൊക്കെ പറയില്ലേ, എന്തോ ഒരു മാറ്റം, ഒരു പരിവർത്തനം നമ്മുടെ ഉള്ളിൽ തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഗുരുദേവന്റെ ഒരു ദൈവം? അപ്പം അതിലേക്ക് വന്നു. ആ ഒരു ദൈവം എന്നുള്ളതിന് മറുപടിയാണ് ദൈവദശകം. അപ്പൊ നാരായണ ഗുരുദേവൻ ദൈവത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇത് ചൊല്ലിക്കൽപ്പിച്ചാൽ മതി, അതൊന്നും വേണ്ട. ഇതല്ലാതെ ഉണ്ട്. ബ്രഹ്മവിദ്യാപഞ്ചകത്തില് ഒരു ശ്ലോകം ദൈവത്തെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്: വ്യാപ്തം യേന ചരാചരം ഘടശരാവാദീവ മൃത്സത്തയാ യസ്യാന്തസ്ഫുരിതം. ആ ഒരു ശ്ലോകം എന്താണ്? ദൈവത്തെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഇവിടെയും ദൈവദശകത്തിലും ദൈവത്തെ, ഗുരുവിന്റെ ദൈവസങ്കല്പം എന്താണ്? ഓരോരുത്തരോട് ചോദിച്ചാലും അവർക്ക് അവരുടേതായ ഒരു ഈശ്വര സങ്കല്പം ഉണ്ടായിരിക്കും. ഞാൻ ഒരുപാട് വിശദീകരിച്ച് പറയണില്ല കേട്ടോ. പ്രസാദൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ഏകദേശം ഒരു പരിചയം കൊടുത്താൽ മതി. 10 പദ്യങ്ങളും തീരണം. ഇന്നത്തെ ക്ലാസ്സാണ് ദൈവദശകം. അതുകൊണ്ട് വിപുലമായ ഒരു തലത്തിലേക്ക് പോണില്ല. 4 മണിയാകുമ്പോഴേക്കും നമുക്കിത് തീരണം. ബാക്കിയുള്ളത് നിങ്ങൾ അന്വേഷിക്കണം, കണ്ടെത്തണം, പഠിക്കണം. അപ്പൊ ദൈവദശകം എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് 10 പദ്യങ്ങൾ, അല്ലെ? ദശം എന്ന് പറഞ്ഞാൽ എത്രയാ? 10. ശതം എന്ന് പറഞ്ഞാലോ 100. അപ്പൊ ഗുരുദേവൻ ദശം എന്ന അർത്ഥത്തിലും രചനകൾ നടത്തിയിട്ടുണ്ട്. ശതകങ്ങളും എഴുതിയിട്ടുണ്ട്. ശിവശതകം എഴുതിയിട്ടുണ്ട്. ആത്മോപദേശ ശതകം എഴുതിയിട്ടുണ്ട്. ദർശനമാലയും ശതകമാണ്, പക്ഷെ പേരിൽ ശതകം എന്നില്ല. അതുപോലെയുള്ളതാണ് ദൈവദശകം. ദൈവത്തെക്കുറിച്ച് 10 പദ്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ദൈവദശകം എന്ന പേര് വന്നു. പേരാണ് വിഷയത്തെ അന്വർത്ഥമാക്കുന്നത്.
അപ്പോൾ ഒരു കൃതി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹെഡിങ് കാണുമ്പോൾ തന്നെ അതിൽ നിന്ന് ഊഹിക്കാൻ പറ്റണം എന്താണ് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. അപ്പൊ ഗുരുദേവ കൃതികളിലെ പേര് കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും അല്ലെ. പിണ്ട നന്ദിയാണോ നന്ദി, അവിടെ നമുക്ക് മനസ്സിലാവും നന്ദിയാണ്. ഇങ്ങനെയൊന്നും നടന്നിട്ട് കാര്യമില്ല, നന്ദി വേണം എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ അതുപോലെയാണ് ശിവപ്രസാദ പഞ്ചകം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പഞ്ച എന്ന് പറഞ്ഞാൽ എന്താ? 5 അല്ലെ. ശിവന്റെ പ്രസാദത്തിന് വേണ്ടിയുള്ള, ശിവപ്രസാദം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള 5 പദ്യങ്ങൾ. അപ്പോൾ ഓരോ രചനകൾക്കും ഇങ്ങനെ ഗംഭീരമായിരിക്കുന്ന നാമകരണവും അവിടെ നിർവഹിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ദൈവദശകത്തില് ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു അതിന് യാതൊരു വിധമായ നിറങ്ങളും ചാലിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് സമൂഹത്തില് ദൈവത്തിന്റെ പേരിൽ എത്രമാത്രം അടി, വഴക്ക്, തർക്കം, വാഗ്വാദങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ലോകത്ത് തന്നെ നടക്കുന്നത്. എല്ലാം ഈശ്വരന്റെ പേരിലാണ്. മനുഷ്യന് നന്നാവുന്നതിനാണ് ദൈവമെന്ന് വിചാരിച്ചിട്ട് ആചാര്യന്മാര് ശുദ്ധമായിരിക്കുന്ന ഒരു സങ്കല്പത്തെ കൊണ്ടുവരികയും അവന് പരമമായ പുരുഷാർത്ഥത്തിലേക്ക് പോകുവാനുള്ള ഒരു വേദി ഒരുക്കുന്നതിന് സഹായിക്കുന്ന ദൈവം വന്ന് ഇന്ന് കലഹത്തിന്റെ അല്ലെങ്കിൽ മതപ്പോരുകൾ നടത്തുന്നതിനുള്ള ഒരു വേദിയായിട്ട് മാറിയിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥനാഗീതത്തിന്റെ വ്യാപ്തിയും വിശാലതയും അങ്ങനെയുള്ള പ്രാർത്ഥനകൾ തന്നെ കുറവാണ്. അതുകൊണ്ടാണ് അതൊരു ഉപനിഷത്ത് സമാനമായിരിക്കുന്ന കൃതിയാണ് എന്ന് പറയുന്നത്. ഉപനിഷത്തിന്റെ പ്രത്യേകത എന്താ? വളരെ നിഷ്പക്ഷമായ രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത് ഒരു ഔപനിഷത ശൈലിയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവസങ്കല്പത്തിലും ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. ദൈവമേ എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേക മതക്കാരൻ മാത്രമല്ല അല്ലെ, എല്ലാ മതസ്ഥനും സ്വീകാര്യമായ ഒരു വാക്കാണ് എന്ത്? ദൈവം. ബാക്കിയെല്ലാം കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ ദൈവമാണ്. അല്ലെ, അല്ലാഹ് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ ഈശ്വര സങ്കല്പമാണ്. യേശു എന്ന് പറയുമ്പോൾ അത് പ്രത്യേക മതവിഭാഗത്തിന്റെ ഈശ്വര സങ്കല്പം. പക്ഷെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിലും അവന്റെ ഗുണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ദൈവസങ്കല്പം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാർവത്രികമായ പദമാണ് ദൈവം. ആർക്കും സ്വീകാര്യമായ, ആർക്കും വിയോജിപ്പില്ലാത്ത, എല്ലാവരും സഹകരിക്കുന്ന, എല്ലാവരും യോജിക്കുന്ന ഒരു പേരാണ് ദൈവം. ആ പേരാണ് ദൈവമേ എന്ന പ്രാർത്ഥനയിലൂടെ ഗുരു വിളിച്ചത്. അപ്പം ആർക്കും വഴക്കില്ല. ഗുരു എന്ത് അവതരിപ്പിക്കുമ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കുന്നതിനുള്ള കാരണം ഗുരു തെരഞ്ഞെടുക്കുന്ന വാക്കുകളും ഗുരുവിൻ്റെ സംഭാഷണങ്ങളുടെ വിശാലതയുമാണ്. അത്രയും ദീർഘവീക്ഷണത്തോടുകൂടി മാത്രമാണ് നാരായണ ഗുരുദേവൻ ഒരു കാര്യത്തെ അവതരിപ്പിക്കാറുള്ളൂ. അവിടെ ഒരിക്കലും തന്നെ അല്പമെങ്കിലും ബോധമുള്ള ഒരു വ്യക്തിക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഗുരുദേവന്റെ വാക്യശകലങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വിശ്വവിശാലമായിരിക്കുന്ന അർത്ഥവ്യാപ്തിയെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഗുരുവിനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശാലമാവുന്നു എന്നൊരർത്ഥം കൂടി അവിടെ ഉണ്ട്. നമ്മളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മളാണ് വിശാലമായി കൊണ്ടിരിക്കുന്നത്. ഗുരുവിനെ പഠിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലാണ് വലിയൊരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൈവമേ എന്ന പദത്തോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്. ഈ വേദങ്ങളിലൊക്കെ ദൈവശബ്ദത്തിന് വിധി എന്ന് മാത്രമാണ് അർത്ഥമുള്ളൂ. കുറേ കഴിയുമ്പോഴാണ് ദൈവശബ്ദത്തിന് ഇങ്ങനെ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു പ്രസക്തമായ അർത്ഥത്തിലേക്ക് പോകുന്നത്. വേദത്തിൽ ദൈവം എന്നൊരു വാക്ക് വിധി എന്ന അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഇവിടെ ദൈവമേ എന്ന് വിളിക്കാൻ ഒരു കാരണമുണ്ട്. ദൈവം എന്ന് പറയുന്ന വാക്ക് ദിവ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നുണ്ടായതാണ്. ധാതു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ സംസ്കൃത വാക്കുകളൊക്കെ തന്നെയും അത് ഉണ്ടാകുന്നതിനൊരു റൂട്ട് ഉണ്ടാവും. അതിനെ ധാതു എന്നാ പറയുക. ഒരു ചെറിയ ഒരു
വാക്ക്, ഒരു മൂലം ഉണ്ടാവും. സംസ്കൃത ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ മൂലത്തിൽ നിന്നാണ് ആ വാക്ക് ഉണ്ടാവുക. ഇപ്പൊ വേദം എന്നൊരു വാക്ക് വിത് എന്ന് പറയുന്ന ധാതുവിൽ നിന്നുണ്ടായതാ. ഈ വിത് എന്ന ധാതുവിന് എന്താണ് അർത്ഥം? അറിയുക എന്നാണ് അർത്ഥം. അപ്പൊ അറിയുക എന്ന അർത്ഥം വരുന്ന വിത് ധാതുവിൽ നിന്നാണ് വേദശബ്ദം ഉണ്ടായത്. അതുപോലെ ദിവ് ധാതുവിന് പ്രകാശിക്കുന്നത് എന്നാണ് അർത്ഥം. പ്രകാശിക്കുന്നത് എന്നർത്ഥം വരുന്ന ദിവ് ദിവ്യത എന്നാണ് അർത്ഥം പറയുക. ആ ദിവ് ദിവ്യത എന്നർത്ഥം വരുന്ന പ്രകാശിക്കുന്നത് എന്നർത്ഥം വരുന്ന ശബ്ദത്തിൽ നിന്നാണ് ദൈവം എന്ന വാക്കുണ്ടായത്. എന്ന് വെച്ചാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രകാശങ്ങളുടെ എല്ലാം പ്രകാശമേ എന്നാണ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെയൊക്കെ പ്രകാശിപ്പിക്കുന്നത് ഒരൊറ്റ സൂര്യനാണ്. ആ സൂര്യൻ ആരെ അനുസരിച്ചാണ് പ്രകാശിക്കുന്നത്? ആ സൂര്യനും അനുസരിക്കുന്ന ഒരു പ്രകാശമുണ്ട്. ഉപനിഷത്തിൽ പറയുന്ന തത്ര സൂര്യോപാധി ന ചന്ദ്രതാരകം. അവിടെ സൂര്യന്റെ പ്രകാശം നിഷ്പ്രഭമായി പോകുന്നു. അവിടെ ഈശ്വര പ്രകാശത്തിനടുത്ത്. അവിടെ ചന്ദ്രന്റെയും താരകങ്ങളുടെയും പ്രകാശമൊക്കെ നിഷ്പ്രഭമായി പോകുന്നു. ഈ സൂര്യനും ചന്ദ്രനും താരകങ്ങളും ഒക്കെ ആരെ പേടിച്ചിട്ടാണ് പ്രകാശിക്കുന്നത്? അത് ആ പരമമായ പ്രകാശത്തെ പേടിച്ചിട്ടാണ് എന്ന് പറയും. അപ്പൊ ഇവിടെ ദൈവശബ്ദം എന്ന് പറഞ്ഞാൽ പരമമായ പ്രകാശം. നമ്മൾ പറയില്ലേ തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, എന്നെ ഈശ്വരാഭിമുഖമാക്കണമേ എന്നൊരർത്ഥം അവിടെ ഉണ്ട്. എന്നെ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് അറിവാകുന്ന വെളിച്ചത്തിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞാൽ തീരെ ഒരു ബോധമില്ലാതിരുന്ന എന്നെ, ഒന്നിനോടും ഒരു ആഭിമുഖ്യമില്ലാതിരുന്ന എന്നെ, ഗുരുവിനോട് ആഭിമുഖ്യമില്ലാതിരുന്ന എന്നെ ഗുരുവിനോട് ആഭിമുഖ്യമുള്ളതാക്കി തീർക്കണമേ എന്നാണ് ഈശ്വരാഭിമുഖ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു പക്ഷെ നമ്മളുടെ സകല ആരോഗ്യവും പോണ ഒരു കാലത്തായിരിക്കും നമുക്ക് തോന്നുക. അതുവരെ നമുക്ക് ഈശ്വരാഭിമുഖ്യം ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ ശ്രദ്ധ പലവിധമായ കാര്യങ്ങളിൽപ്പെട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈശ്വരാഭിമുഖമാകാൻ അല്ലെങ്കിൽ ഗുരുവിന് അഭിമുഖമായിട്ട് ഒരു ശ്രദ്ധയിലേക്ക് നമ്മൾ വന്നിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഭിമുഖ്യം വളർത്തുന്നതിനും കൂടിയിട്ടാണ് ഈ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്നത്. ഇവിടെയും ഈശ്വരനെ വിളിക്കുകയാണ്. അത് വെറുതെ വിളിക്കുകയല്ല. ഈ ദൈവദശകം എന്ന പ്രാർത്ഥന 3 മിനിറ്റേ ഉള്ളൂ എങ്കിലും ആ 3 മിനിറ്റ് എത്ര കണ്ട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് അത് ചൊല്ലാമോ അങ്ങനെ ചൊല്ലണം. ഹൃദയത്തിൽ നിന്ന് ചൊല്ലണം. ഇവിടെ നിന്ന് വരരുത്, ഇവിടെ നിന്ന് ഒരു പ്രാർത്ഥനയോ വരരുത്. ഇവിടെ നിന്ന് വരുന്നതിനൊന്നും ഒരു ഭാവം ഉണ്ടാവില്ല. ഈണം കാണുമായിരിക്കും, ഭാവം ഉണ്ടാവില്ല. ഈണം വേണമെന്നില്ല പ്രാർത്ഥന ചൊല്ലാൻ. അയ്യോ ഞാൻ ഇവിടെ വന്ന് ചൊല്ലൂല്ല, എനിക്കൊരു ഈണവും ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ ഈണമല്ല മറ്റുള്ളവരെ ആകർഷിക്കുന്നത്. അത് ഇവിടെ നിന്ന് വരികയാണെങ്കിൽ അത് കേൾക്കുന്നവനൊരു സുഖമുണ്ടാവും. അതിന് ഭാവം എന്നാ പറയാ. ഭാവബന്ധമോടു സത്യരൂപന. ഭാവബന്ധം അല്ലെ, ഈശ്വരനോട് ഉണ്ടാകേണ്ടുന്നതും ആ ഭാവബന്ധമാണ്. ആ ഭാവബന്ധത്തിൽ നിന്ന് നമ്മൾ ചൊല്ലുമ്പോൾ അവിടെ ഈണത്തെ മറികടക്കുന്ന ഒരു ഭാവബന്ധമുണ്ട്. ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം പ്രാർത്ഥന ചൊല്ലുന്നതിന്. അങ്ങനെ വിളിക്കണം, ദൈവമേന്ന് അറിഞ്ഞ് വിളിക്കണം. അപ്പുറത്തെ വീട്ടിലെ ചേച്ചീനെ വിളിക്കണം, ചേച്ചിയെന്ന് വിളിക്കുന്ന പോലെ ദൈവമേ എന്ന് ചൊല്ലി തുടങ്ങരുത്. ദൈവദശകം ദൈവമേ എന്ന് വിളിക്കുന്നത് നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വിളിക്കണം. അപ്പൊ ഇവിടെ ഒരു പ്രാർത്ഥകനുണ്ട്. പ്രാർത്ഥകനുള്ളത് കൊണ്ടാണല്ലോ ദൈവമേ എന്ന് വിളിക്കുന്നത്. പ്രാർത്ഥകൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥിക്കുന്ന ആളെയാണ് പ്രാർത്ഥകൻ എന്ന് പറയുക. പ്രാർത്ഥന എന്താണ്? ദൈവദശകമാണ്. അപ്പൊ പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ട് എന്ത് ചെയ്യാണ്? സംബോധന ചെയ്യാണ്. ആരോടെ ഇതൊക്കെ പറയണേ? നമ്മൾ ചുമ്മാ ഇരുന്ന് പറയല്ല, ജൽപ്പനങ്ങളല്ല, വളരെ ഇണക്കമുള്ള വാക്യശകലങ്ങളാണ്. അത് ആരോട് പറയുന്നു ഞാൻ? അത് ഞാൻ ഈശ്വരനോട് പറയുന്നു. അപ്പൊ ഈശ്വരനോട് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംബോധന ചെയ്യാണ്. അല്ലയോ ഈശ്വര, അതാണ് ദൈവമേ എന്ന് വിളിക്കുന്നത്. അല്ലയോ ദൈവമേ. ആദ്യം തന്നെ എന്താ പറയണേ അല്ലേ? ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എന്താ? ദൈവമേ കാത്തോളണേ.
അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കുട്ടിയോട് കാത്തോളെ എന്ന് പറയും. നമ്മൾ കുറച്ച് പരിഷ്കാരികളായതുകൊണ്ട് കത്തുകൊള്ളുക എന്ന് കൃത്യമായിട്ട് പറയും. അത് തന്നെയാണ് ഈശ്വരനെ വിളിക്കണതിൻ്റെ മുഖ്യമായ ഉദ്ദേശം എന്താണെന്ന് ആദ്യത്തെ വാക്കിൽ തന്നെ പറഞ്ഞു. എന്താ ഉദ്ദേശം? കാത്തുകൊള്ളണം. വേറെ ആർക്കും ആ ഒരു പരിരക്ഷ തരാൻ കഴിയില്ല. ഈശ്വരനല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു പരിരക്ഷ തരാൻ മറ്റാർക്കും കഴിയില്ല. ജീവൻ തന്ന ആൾക്ക് മാത്രമാണ് ജീവിതത്തെയും കാത്തു രക്ഷിക്കുവാനുള്ള കഴിവുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ മനുഷ്യർ എന്തൊക്കെ യന്ത്രങ്ങൾ നിർമ്മിച്ചാലും, എത്രയൊക്കെ ശാസ്ത്ര സാങ്കേതികതകൾ വളർന്നാലും, ഒരു കുഞ്ഞ് തളിരില പോലും നമുക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അത് ഈശ്വര സൃഷ്ടിയാണ്. ഒരു ഇല പോലും ജീവന്റെ തുടിപ്പ് എവിടെയൊക്കെ നിവേശിക്കണമോ അത് ദൈവം വിചാരിക്കണം. ജീവനില്ലാത്ത ശബ്ദമുള്ള യന്ത്രങ്ങളെ നിർമ്മിക്കാനേ നമുക്ക് കഴിയൂ. അപ്പൊ ആ ജീവൻ കിട്ടുമ്പോൾ ആ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈശ്വരനോട് അഭ്യർത്ഥിക്കുകയാണ്, അല്ലയോ ദൈവമേ എന്നെ കാത്തുകൊള്ളുക. കാത്തുകൊള്ളുക. എങ്ങനെ കാക്കണം? ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ പോരാ, കൈവിടാതെ. വല്ല വർഷത്തിലൊരിക്കൽ എന്നെ ഒന്ന് നോക്കിയേക്കണം എന്നല്ല പറയണത്. എങ്ങനെ കാക്കണം? കൈവിടാതെ. നിന്റെ കൈ, എൻ്റെ ഈ കുഞ്ഞു കൈകൾ നിന്റെ ആ വിശുദ്ധമായ കരങ്ങളിൽ വെച്ചിട്ട് എന്നെ നീ നടത്തണം. ഒരച്ഛൻ കുഞ്ഞിനെ നടത്താൻ കൊണ്ടുപോകണ കണ്ടിട്ടില്ലേ? അച്ഛൻ്റെ വലിയ കയ്യിൽ കുഞ്ഞിൻ്റെ കുഞ്ഞ് കൈ മുറുക്ക പിടിക്കും. അപ്പം എന്താണ്? കുഞ്ഞിനൊന്നും പറ്റില്ല. എത്ര ഇതിൽ നടന്നാലും തട്ടി വീഴാൻ പോയാലും എന്ത് പറ്റില്ല? കുഞ്ഞ് വീഴില്ല. കാരണം എന്താ? അച്ഛനാണ് കുഞ്ഞിനെ പിടിച്ചേക്കണത്. കുഞ്ഞ് അച്ഛനെ പിടിച്ചാൽ എന്ത് പറ്റും? ഒരു ചെറിയ കുഴി വരുമ്പോഴേക്കും കുഞ്ഞതിൽ വീഴും. കാരണം എന്താ? കുഞ്ഞിൻ്റെ പിടുത്തത്തിന് ബലമില്ല. പക്ഷെ അച്ഛൻ കുഞ്ഞിനെ പിടിച്ച് നടക്കുമ്പോഴോ അച്ഛൻ്റെ പിടുത്തത്തിന് ബലമുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ കുഴി വരുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? പതുക്കെ പൊക്കിയെടുത്ത് അപ്പുറത്തേക്ക് വയ്ക്കും. ഇതുപോലെയാണ് ഈശ്വരൻ നമ്മളെ കൊണ്ട് നടക്കുന്നത്. ഒരു അച്ഛൻ ഒരു കുഞ്ഞിൻ്റെ കൈ പിടിച്ച് കൊണ്ട് നടക്കുന്നത് പോലെ അങ്ങനെ എന്നെ കൈവിടാതെ കൊണ്ട് നടക്കണം. എന്നെ കാത്തുകൊള്ളണം, നിരന്തരം കാത്തുകൊള്ളണം. വല്ലപ്പോഴും കാത്താ പോരാ ഭഗവാനെ, എന്നെ നിരന്തരം കാത്തുകൊള്ളണം എന്ന് പറയാം. അപ്പൊ ആ പിടുത്തം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സംസ്കൃത ന്യായത്തിൽ പറയും, ഈ മർക്കട കിശോര ന്യായവും മാർജാര കിശോര ന്യായവും പറയും. മാർജാരനാരാ? പൂച്ച. മർക്കടനാരാ? കുരങ്ങ്. അതായത് പൂച്ച കുഞ്ഞിനെ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകണം, കുരങ്ങ് കുട്ടീനെ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോകരുത് പറയും. എന്താ വ്യത്യാസം അറിയോ? കുരങ്ങൻ്റെ കുഞ്ഞ് കുരങ്ങനെയാ കെട്ടിപ്പിടിച്ചേക്കണത്. അപ്പോൾ ഒരു മരത്തിലൊക്കെ ചാടുമ്പോഴേക്കും കുഞ്ഞ് താഴെ പോകും, കാരണം കുരങ്ങാണ് പിടിച്ചേക്കണത്. പൂച്ച അങ്ങനെയല്ല. പൂച്ച കുഞ്ഞിനെയാണ് കടിച്ചു പിടിച്ചേക്കണത്. എത്ര വലിയ ഉയർച്ചയിലേക്ക് ചാടിയാലും ആ പിടുത്തം അങ്ങനെ തന്നെ ഇരിക്കും. അതാണ് പൂച്ചയുടെ പിടുത്തം പോലെയാണ് ഈശ്വരൻ നമ്മളെ പിടിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പിടിച്ചാൽ അത് കുരങ്ങിനെ പിടിച്ചു വെച്ച പോലെ ഇരിക്കും. അപ്പൊ ഇവിടെ വലിയ ഒരു സഹായ ഹസ്തം ദൈവത്തോട് നമ്മൾ ചോദിക്കുകയാണ്. ദൈവമേ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. നീ ആരാണ്? നീ അങ്ങാണ്. അങ്ങ് എന്ന് നമ്മളെപ്പോഴാ എല്ലാവരെയും നമ്മൾ അങ്ങ് എന്നൊന്നും വിളിക്കാറില്ല അല്ലേ? വീട്ടിൽ ആരെങ്കിലും അങ്ങൊന്ന് വരൂ എന്ന് പറയാറുണ്ടോ? ഇല്ല അല്ലേ? ഇത്തിരി മഹത്വമുള്ള ആളുകളെയാണ് നമ്മൾ അങ്ങ് എന്ന് സംബോധന ചെയ്യുക. അങ്ങ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയവൻ, ഗ്രേറ്റ് എന്നർത്ഥത്തിലാണ്. അത്യുന്നതങ്ങളിൽ ഇരിക്കുന്നവൻ, അല്ലെ? നമുക്കൊക്കെ മീതെ, നമുക്ക് സങ്കല്പിക്കാവുന്നതിനൊക്കെ ഉപരിയിരിക്കുന്ന ഒരാളാണ് ദൈവം. അതുകൊണ്ട് ദൈവം അങ്ങാണ്, നമ്മളോ ഇങ്ങാണ്. അപ്പോൾ ഇവിടെ വേറൊരു അർത്ഥമുണ്ട്. പ്രാർത്ഥനയുടെ തുടക്കത്തിൽ നമ്മളിൽ നിന്ന് ഈശ്വരൻ ഒരുപാട് അകലെയാണ്. ദൈവദശകത്തിന്റെ അവസാനത്തിൽ നാമും ഈശ്വരൻ ഒന്നായിത്തീരും. രണ്ട് സാധ്യതകളെയും ഈ ഒരൊറ്റ പ്രാർത്ഥനയിലൂടെ ഗുരു നമുക്ക് പറഞ്ഞു തരാം. ഒന്നും അറിയാത്ത ഒരാള് പഠിക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഉപാസിക്കാൻ തുടങ്ങുമ്പോൾ ആ ഉപാസനാദേവൻ അവരിൽ നിന്ന് ഒരുപാട് വിദൂരമായി തോന്നും. പക്ഷെ അറിഞ്ഞറിഞ്ഞ് വരുംതോറും ഇപ്പൊ ഗുരുദേവനാണെങ്കിൽ പോലും ഗുരുദേവൻ നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടതായി തീരും.
അപ്പൊ ചിത്രത്തിലിരിക്കുന്ന ഗുരുദേവൻ ഹൃദയത്തിലേക്ക് വരുന്നത് പോലെയാണ് ദൈവദശകത്തിന്റെ തുടക്കത്തിൽ നിന്ന് അവസാനം എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം പറയാണ്, നീ അങ്ങാണ്, ഞങ്ങൾ ഇങ്ങ് ഇവിടെയാണ്. ഇവിടേക്ക് കുറെ പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ ഇവിടെ കിടക്കുന്ന ഞങ്ങള്, ആ പ്രത്യേകത അടുത്ത പാദത്തിൽ പറയാണ്, ഇവിടെ കിടക്കുന്ന ഞങ്ങള് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. നമ്മൾ എന്ത് പ്രാർത്ഥന പഠിക്കുമ്പോഴും ഒരു വാക്ക് പോലും നമ്മുടെ കൺവട്ടത്ത് നിന്ന് അശ്രദ്ധമായി വഴുതി പോകരുത്. എല്ലാ വാക്കുകളെയും കാണണം. പദങ്ങളെ കാണുന്നവന് പദം വശമാവുള്ളൂ, അക്ഷരങ്ങളെ കാണുന്നവന് അക്ഷരം വശമാവുള്ളൂ. ഉദാസീനമായി ഒന്നും വായിക്കരുത്. ഉദാസീനമായി വായിച്ച പല അക്ഷരങ്ങളും നഷ്ടപ്പെടും. അക്ഷരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വാക്കുകൾ നഷ്ടപ്പെടും. വാക്കുകൾ നഷ്ടപ്പെടുമ്പോൾ ആശയം നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും വായിച്ചാൽ പോരാ, അറിഞ്ഞു വായിക്കണം. അപ്പൊ അവിടെ പറയാണ്, ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. ഗുരുവിന്റെ വലിയൊരു വിശാലത പിന്നെയും കാണിക്കുകയാണ്. എന്നെ കാത്തോളണേ എന്നല്ല പറയണത്, അല്ലേ? പിന്നെ എങ്ങനെയാ പറയുന്നത്? ഞങ്ങൾ എന്ന വാക്കിന്റെ പ്രത്യേകത എന്താ? ഞാനുമുണ്ട്, എനിക്ക് ചുറ്റുമുള്ള എല്ലാവരും ഉണ്ട്. അവിടെ ഞാനുണ്ട്. ഞാനിന്റെ ബഹുവചനമാണല്ലോ ഞങ്ങൾ, ഇങ്ങനെയല്ലേ? ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ. എന്തുകൊണ്ട് നിങ്ങൾ എന്നൊന്നും പറഞ്ഞില്ല? നീ നിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അന്യത്വം വന്നു. ഞാൻ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടേതായി, സ്വന്തമായി. അപ്പോൾ നമ്മള് ഈ കാണുന്ന സർവചരാചരങ്ങളെയും കാത്തുകൊള്ളണം എന്ന അർത്ഥത്തിലാണ് ഞങ്ങളെ എന്ന് പറഞ്ഞത്. പലപ്പോഴും നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മുടെ വീട്ടിലുള്ളവരെ മാത്രമാണ് മുഖം തെളിയാറുള്ളൂ. മോനെ കാത്തോളണേ, ഭർത്താവിനെ കാത്തോളണേ, ഭാര്യയെ കാത്തോളണേ, അച്ഛനെ കാത്തോളണേ, അമ്മയെ ബാക്കി ആരും ഞങ്ങളിലില്ല. പക്ഷെ ദൈവദശകം പഠിക്കുമ്പോഴാണ് ഞങ്ങൾ എന്ന് പറയുന്നത് ഈ ചരാചര സമൂഹത്തെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗുരുദേവൻ ഞങ്ങളെ എന്ന് വിളിച്ചത്. ആ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം, കൈവിടാതെ. ശിവപ്രസാദ പഞ്ചകത്തിലൊക്കെ പറയില്ലേ, പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ പറയില്ലേ? എന്താ അങ്ങനെ പറയണേ? പുരളാതെ പൊതിഞ്ഞു പിടിപ്പതു നീ. ഈശ്വരന്റെ ഒരു കവചം ഓരോ ജീവനെയും പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, സകല ഒരു വിത്തിനെ എടുത്താൽ പോലും, ഒരു ചക്കക്കുരു എടുത്ത് നിങ്ങൾ നോക്കൂ. ആ ചക്കക്കുരുവിനെ പൊതിഞ്ഞു വെച്ച കട്ടിയുള്ള ഒരു തോലുണ്ട്. എന്തിനാണ്? ആ വിത്തിന് കേടുപാട് വരാതിരിക്കാനാണ്. ഏതൊരു പച്ചക്കറി വിത്തിനെ എടുത്താലും ആ പച്ചക്കറി വിത്തിനെ പൊതിഞ്ഞിരിക്കുന്ന ശ്ലേഷ്മമായ ഒരു പൊതിച്ചിലുണ്ട്. അത് ആര് കൊടുത്തത്? അത് ഈശ്വരൻ കൊടുത്തത്. അല്ലെങ്കിൽ അത് കേടാവുകയും, അത് കേടായാൽ പിന്നീട് ഒരു തലമുറ തീർന്നു വരില്ല. അപ്പൊ അങ്ങനെ പുരളാതെ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവത്തോട് അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറയാണ്, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവിവൻ തോണി നിൻ പദം. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവി വൻ തോണി. അന്ന് കപ്പൽ എന്നൊന്നും വാക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ് വൻ തോണി? വൻ തോണി പറഞ്ഞാൽ എന്താ? വലിയ തോണി. ഗുരുദേവൻ വലിയ കുഞ്ഞു തോണി കണ്ട്, കുഞ്ഞു വള്ളങ്ങളൊക്കെ കണ്ടപ്പോൾ, ഈ ആവിക്കപ്പൽ കണ്ടപ്പോൾ, കൗതുകം കണ്ടപ്പോൾ വൻ തോണി എന്ന് പറയുന്നത്. ആവി എഞ്ചിൻ ഉപയോഗിച്ച് വരുന്ന വലിയ തോണി, അതാണ് ആവിവൻ തോണി. എന്താണ് ആവിവൻ തോണി? നിന്റെ പദമാണ്. പദം എന്ന് പറഞ്ഞാൽ എന്താ? പദം എന്ന വാക്കിന് രണ്ടർത്ഥം പറയാം. ഒന്നെന്താണ്? ഈശ്വര നാമം. മറ്റൊന്നെന്താണ്? ഈശ്വരന്റെ പാദം. ഇത് രണ്ടും എന്താണ്? നമ്മളെ മറുകര എത്താൻ സഹായിക്കുന്നത്. ഈശ്വരനാമമായിക്കൊള്ളട്ടെ, ഗുരുവിന്റെ പാദമായിക്കൊള്ളട്ടെ, നമ്മളെ മറുകര എത്താൻ സഹായിക്കുന്നതാണ്. അപ്പോൾ എന്താണ് പ്രശ്നം? എങ്ങനെയുള്ള കടലിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്?
എങ്ങനെയുള്ള നാവിഗേറ്ററാണ് ഗുരു അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത്? നാവികന്നി ഭവാബ്ധി. ഭവാബ്ധി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ വാക്കിന്റെ അർത്ഥം? ഭവാബ്ധി, അബ്ധി എന്ന് പറഞ്ഞാൽ കടൽ, ഭവസാഗരം എന്ന് പറയും. ഭവസാഗരം എന്ന് പറഞ്ഞാൽ എന്താ? സംസാര സാഗരം എന്ന് വെച്ചാൽ ഈ ലോക ജീവിതം, ലോകസാഗരം. നമ്മളെല്ലാവരും ഇവിടെയാണല്ലോ ജനിച്ച് വീഴുക. ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ നിലനിൽപ്പിനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ്, സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും എങ്ങനെ ജീവിക്കണം, എങ്ങനെ പണിയെടുക്കണം, എന്ത് കഴിക്കണം, എന്തുടുക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഇരിക്കണം എന്നുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പെടാപ്പാടിലാണ്. അത് ഒരർത്ഥത്തിൽ ഒരു സാഗരത്തിൽപ്പെട്ട പോലെയാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാര് ഈ ലോക ജീവിതത്തെ ഭവസാഗരം എന്ന് വിളിച്ചത്, ഭവാബ്ധി എന്ന് വിളിച്ചത്, സംസാര സാഗരം. അപ്പൊ നമുക്ക് എന്താ പറ്റിയത്? ഒരു ഉപമയിലൂടെ പറയാണ്, നമ്മളൊരു കടലിലകപ്പെട്ട പോലെയാണ്. കടലിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പോയതാ അല്ലേ, ഒരു ബാക്കി തിരിച്ചു വരവേ ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ കടലിലകപ്പെട്ട് നമ്മളിങ്ങനെ തലതല്ലി കരയുന്ന സമയത്താണ് എന്ത് വരുന്നത്? ഒരു ആവിക എൻജിൻ ഘടിപ്പിച്ച ഒരു വലിയ തോണി അവിടേക്ക് വരുന്നത്. അവിടെ ആ തോണി ഇങ്ങനെ വരുമ്പോൾ കപ്പിത്താൻ ഒരു കാഴ്ച കാണുകയാണ്. കപ്പിത്താൻ കുറച്ച് മുകളിലായിരിക്കണേ. നമ്മൾ കപ്പൽ നോക്കിയാൽ അറിയാം, നമ്മളിരിക്കുന്ന സീറ്റിലല്ല കപ്പിത്താൻ ഇരിക്കുന്നത്. കപ്പിത്താൻ കുറച്ച് മുകളിലാണ് ഇരിക്കുന്നത്. മുകളിലിരിക്കുന്നത് കൊണ്ട് തന്നെ സമുദ്രത്തിൻ്റെ ദിശ അറിയുവാനും സമുദ്രത്തിൽ കുറെ കൂടി മുന്നേ കൂട്ടി കാര്യങ്ങൾ കാണാനുള്ള ഒരു സാഹചര്യവും ശേഷിയും ഒക്കെ ആർക്കുണ്ട്? ഈ നാവികന് ഉണ്ട്. അപ്പൊ ഈശ്വരൻ ഒരു നാവികനാണ്. ഭവസാഗരത്തിൽ പെട്ടുപോയ നമ്മളെ ഈശ്വരൻ എന്ത് ചെയ്യും? അതിനെന്താ പറയാ, ഈ സംഭവമൊക്കെ ഇട്ടിട്ട് കപ്പലിലേക്ക് കയറ്റില്ലേ? ആരെങ്കിലുമൊക്കെ മുങ്ങിപ്പോണ കണ്ടാല് ഒരു രക്ഷാകവചമൊക്കെ എറിഞ്ഞിട്ട് കൊടുത്തിട്ട് വലിച്ച് ആ കപ്പലിൽ കയറ്റി പ്രഥമ ശുശ്രൂഷ തന്ന് അപ്പുറത്ത് അക്കരെ കൊണ്ടെത്തിക്കും അല്ലേ? ഒരു ആള് കടലിൽ പോയാൽ അങ്ങനെ ചെയ്യണേ. സത്യത്തില് ഒരു സത്യാന്വേഷി, ഒരു സാധകൻ, ഒരു പ്രാർത്ഥകൻ ഈ ഭവസാഗരത്തില് പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും സങ്കടങ്ങളിലും ഒക്കെ പെട്ട് ഒരു ഗതിയില്ലാതെ നിൽക്കക്കള്ളിയില്ലാതെ കരയുമ്പോഴായിരിക്കും ഗുരു ഒരു വെള്ളി വെളിച്ചവുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് പതുക്കെ, നേരത്തെ അച്ഛൻ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് കുഴിക്ക് അപ്പുറത്തേക്ക് വെക്കണ പോലെ നീ ഇങ്ങ് വാ എന്നുള്ള ഒരു ക്ഷണക്കത്ത് നമുക്ക് കിട്ടുന്നത്. അത് കിട്ടുന്നതോട് കൂടിയിട്ട് അതുവരെ ഏതൊരു കാര്യങ്ങൾക്കാണോ നമ്മൾ അലമുറയിട്ടത് അതൊന്നും പിന്നെ വലിയ വിഷയമില്ല. ഉണ്ടാവും എന്തോന്ന് ജനനോ മരണോ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. നമ്മൾ അതുവരെ പ്രാധാന്യം കൊടുത്തത്, അതുവരെ വിഷമമാണ് എന്ന് കരുതിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ആഗമനത്തോട് കൂടിയിട്ട് അതിനൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാതെ ഈശ്വരാഭിമുഖമായിരിക്കുന്ന ഒരു ജീവിത മാർഗത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ അപ്രസക്തമായി പോകും. സ്വാഭാവികമാണ്. നിങ്ങൾ അധിക സമയവും നിങ്ങളുടെ വീട്ടിൽ പഠനവും അല്ലെങ്കിൽ ഗുരുദേവ കൃതികളൊക്കെ സമയം കിട്ടുമ്പോൾ വായിക്കുകയും പഠിക്കുകയും അർത്ഥവിചാരമൊക്കെ ചെയ്തിരുന്നാലുണ്ടല്ലോ, ഒരുപാട് പൊല്ലാപ്പുകൾ ഈ ഗാർഹിക ജീവിതത്തില് ഫോൺ വിളിച്ചുള്ള വർത്തമാനം പറയലുകൾ, ഭൂകമ്പങ്ങൾ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പരദൂഷണങ്ങൾ, ഇതൊന്നും നമ്മളറിയാണ്ടാവും. നാട്ടിൽ പലതും നടക്കുന്നുണ്ടാവും, പക്ഷെ നമുക്കതൊന്നും പ്രാധാന്യമില്ലാണ്ടാവും. കാരണം നമ്മളുടെ മനസ്സ്, നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുവിലാണ്, സ്വാധ്യായത്തിലാണ്. അപ്പോൾ ഏതൊന്നിലേക്ക് ഒരു വ്യക്തി ശ്രദ്ധയോടെ കാലെടുത്ത് വെക്കുന്നുവോ അവിടെ മറ്റു ഘടകങ്ങളെല്ലാതും തന്നെ അപ്രസക്തമായി തീരും. ഇപ്പൊ ഭവസാഗരത്തില് അങ്ങനെ നമ്മൾ കൈകാലിട്ടടിച്ച് കിടക്കുമ്പോഴാണ് ഈശ്വരൻ ഒരു നാവികനായിട്ട് വന്ന് നമ്മൾ വെറുതെ കുറച്ചു നേരം ആശ്വസിപ്പിച്ചിട്ട് കടലിലേക്ക് തന്നെ തള്ളിയിടുന്നില്ല. പകരം ആ കടൽ അക്കരയ്ക്കാണ് പോകുന്നതെങ്കിൽ അക്കരയ്ക്ക് വരെ കൊണ്ട് അക്കരയാക്കാണ്, സംസാര സാഗരത്തിന്റെ മറുകരയിൽ കൊണ്ടെത്തിക്കും. ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് നമ്മൾ പോകും. ജനിമൃതികളിൽ നിന്ന് മോക്ഷത്തിലേക്ക് നമ്മൾ ചെല്ലും, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ മരിച്ചു പോകും. ആ മരണമില്ലാത്ത അമരത്വത്തിലേക്ക് നയിക്കുന്ന പ്രഭുവായിട്ട് ഈശ്വരൻ മാറും. അതാണ്
പറയുന്നത്, അറിയാം, സാധകനറിയാം ഈശ്വരന്റെ കർത്തവ്യം എന്താണ് എന്ന്. നമുക്ക് നല്ല നിശ്ചയമുണ്ട്, നല്ല ബോധ്യമുള്ള പ്രാർത്ഥകനാണ് പാടുന്നത്. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വൻതോണി നിൻപദം എന്ന്. അപ്പൊ നാവികനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ നാവികൻ വന്ന് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ ആ പദത്തെ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ആ പദത്തിന് അനുഗുണമായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. കൃഷ്ണന് കൈവർത്തകൻ എന്നൊരു പേര് വിളിക്കും. കൈവർത്തകൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കൈവർത്തക കേശവ. ഗീതയുടെ ഇത് തുടങ്ങുമ്പോൾ ഒരു മംഗളശ്ലോകത്തിൽ ഇങ്ങനെ പറയും: ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണവഗനി കർണേന വിലാകുല അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈ രണനദി കൈവർത്തക കേശവ. പറയാണ് വലിയ മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ഭവാബ്ധി പോലെയാണ്. അർജുനൻ എങ്ങോട്ടാണ് പോണത്? വലിയൊരു മഹാനദിയിലേക്കാണ് പോണത്. ആ മഹാനദിയിൽ ഭീഷ്മദ്രോണ തട എന്ന് പറയും. ഭീഷ്മരും ദ്രോണരുമാകുന്ന രണ്ട് തീരങ്ങൾ. ഇക്കരയാകുന്ന തീരം ഭീഷ്മരും അക്കരയാകുന്ന തീരം ദ്രോണരുമാണ്. എല്ലാവരും അപ്പുറത്താണ്. ഭീഷ്മദ്രോണതട ജയദ്രഥ ജല. ഇതില് വലിയ ജലാശയം എന്ന് പറയുന്നത് ജയദ്രഥനാണ്, കൗരവരുടെ പെങ്ങളുടെ ഭർത്താവ്. എല്ലാവരും ശത്രുക്കളാണ്. ഭീഷ്മദ്രോണതട ജയദ്രഥ ജല ഗാന്ധാര നീലോപല. നീലോപലം, നീലോപലം എന്ന് പറഞ്ഞാൽ കരിമ്പാറ. ഉത്പലമല്ല, നീലോത്പലം നീലത്താമര. നീലോപലം എന്ന് പറഞ്ഞ പാറ, കരിമ്പാറക്കൂട്ടം. ചില പുഴകൾ കണ്ടിട്ടില്ലേ, പുറത്ത് പാറ കാണില്ല. അത് വെച്ച് നമ്മൾ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ നീന്തുമ്പോൾ തല ചെന്ന് പാറയിൽ ഒറ്റ ഇടിയിടിക്കും. അങ്ങനെ മരിക്കുന്ന ആളുകളുണ്ട്, കാലിൻ്റെ മുട്ടൊടിയുന്ന ആളുകളുണ്ട്. ഇവിടെ ആരാണ് ഈ കരിമ്പാറക്കൂട്ടം? ഗാന്ധാരന്മാരാണ്, കൗരവന്മാരാണ്. ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി. നോക്കൂ അർജുന, ആ സമുദ്രത്തിൽ ഒരു മുതലയുണ്ട്, അവന്റെ പേര് ശല്യം എന്നാണ്. ശല്യഗ്രാഹവതി കൃപേണ വഹനി. ശക്തമായ ഒഴുക്കുണ്ട്, ശാന്തമായ പുഴയാണെന്ന് തോന്നും. കൃപർ എന്ന് പറയുന്ന വലിയ ഒരു ഒഴുക്കുണ്ട്, നീ സൂക്ഷിക്കണം. വെറുതെ ഒരു പുഴയിലേക്കല്ല നീ ചാടുന്നത്. ശല്യഗ്രാഹവതി കൃപേണ വഹനി കർണേന വേലാകുല. കർണൻ എന്ന് പറയുന്ന ചുഴിയുണ്ട്, അതിലേക്ക് പോയാൽ പിന്നെ നിന്റെ പൊടി പോലും കിട്ടില്ല. കർണേന വേലാകുല അശ്വത്ഥാമ വികർണ ഘോര മകര. വലിയ മകര മത്സ്യങ്ങൾ, നമ്മൾ സ്രാവ് എന്നൊക്കെ പറയില്ലേ, ഒരു അറ്റത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് തീരത്ത് മുട്ടുന്നത് പോലെയുള്ള വലിയ മത്സ്യം. അതാരാണ്? അശ്വത്ഥാമാവും വികർണനുമാണ്. അശ്വത്ഥാമ വികർണ ഘോര മകര ദുര്യോധനാവർത്തിനി. ദുര്യോധനനാകുന്ന വലിയ ഒരു പ്രവാഹം തന്നെയുണ്ട്. ഇങ്ങനെയുള്ള ഈ സമുദ്രത്തില് അശേഷം പേടി ആർക്കില്ല? അർജുനനില്ല. കാരണം എന്താ? ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദി. പാണ്ഡവന്മാരെ ആ രണനദി കടത്തുന്ന തോണിക്കാരന്റെ പേര് കൃഷ്ണൻ എന്നാണ്. കൈവർത്തക കേശവ. അയാൾക്കറിയാം എങ്ങനെ തോണി തുഴഞ്ഞാലാണ് ഈ 5 കുട്ടികളെ അക്കരയ്ക്ക് എത്തിക്കാൻ പറ്റുന്നത് എന്ന്. അപ്പൊ കൈവർത്തകൻ എന്ന് പറയുന്ന ശബ്ദം, നാവികൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥ സാമ്യത്തിന് വേണ്ടി പറയുന്നത്. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിലൊക്കെ എത്ര അക്ഷൗഹിണിപ്പടകൾ വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, എനിക്ക് അക്ഷൗഹിണിപ്പടകൾ വേണ്ട, അത് ദുര്യോധനന് കൊടുത്തോളൂ, എനിക്ക് നിന്നെ മാത്രം മതിയെന്ന്. അത് കേട്ട ദുര്യോധനൻ പറഞ്ഞു, പൊട്ടൻ, ഇത്രയും വലിയ യുദ്ധം നടക്കുമ്പോൾ ഈ ഒരാളെ കിട്ടിയിട്ട് എന്തിനാ? ആരെങ്കിലും ചെയ്യണ പണിയാണോ ഇത്? അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് അക്ഷൗഹിണിപ്പടകൾ മതി, ആനയും കുതിരയും തേരും ഒക്കെ മതി പറഞ്ഞു. പക്ഷെ അർജുനന് വിശ്വാസം ഉണ്ടായിരുന്നു, ഈ ആൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ജയം സുനിശ്ചിതമാണ്.
അപ്പൊ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇതൊക്കെ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ഗുരു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ, ജീവിതത്തിലെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ എളുപ്പമാണ്, സങ്കീർണമാവില്ല. അതാണ് ഗുരുവിനെ കൂട്ടുപിടിച്ചാലുള്ള ഒരു ഗുണം. അതുകൊണ്ട് ഗുരു ആയിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ നാവിഗേറ്റർ, നാവികൻ, തോണിക്കാരൻ, അനന്ത സംസാര സമുദ്രതാര നൗകായിതാഭ്യാം ഗുരുഭക്തിതാഭ്യാം. അനന്തമാകുന്ന സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്ന തോണിക്കാരനെ വിളിക്കുകയാണ് ഒന്നാമത്തെ പദ്യത്തിൽ. എന്നിട്ട് രണ്ടാമത്തെ പദ്യത്തിലോ, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ. ഇവിടെ ഇത് രണ്ട് തരത്തിൽ അർത്ഥം പറയും. ഈ നിങ്ങൾ പഠിക്കണം, ഇനി നിങ്ങൾ ഇതൊക്കെ പഠിക്കണം, ഇനി ചുമ്മാ കറങ്ങി നടന്നിട്ട് കാര്യമില്ല. പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കണം, നല്ല ഉഷാറായിട്ട് അല്ലേ. കുറേ ക്ലാസ് കഴിയുമ്പോൾ ഇത്രയും പേരെ ഇവിടെ കാണണം, എത്തി നോക്കി പോകരുത്. ആദ്യമേ പറയാനുള്ളതാണ്. ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടുന്ന സംഗതിയല്ല. ക്ഷണശ ക്രമശ വിദ്യാമർത്ഥം ച പ്രാപ്തയേത് എന്ന് പറയും. ക്ഷണം കൊണ്ട് ക്രമമായിട്ട് കിട്ടുന്നത്. കുറച്ച് വിദ്യ അഭ്യസിക്കാൻ പറ്റുള്ളൂ. അയ്യോ, ഞാൻ വിചാരിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ 64 കൃതികളും പഠിച്ചു പോകാമെന്നായിരുന്നു, എനിക്ക് സമയമില്ലേ എന്ന് പറയരുത്. ഇത് വളരെ ക്ഷമയോടെ നല്ല കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ക്ഷമ വേണം. അതിന് കാലതാമസമുണ്ട്, അതിന് കുറേ സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. യൂസ്ലെസ് ആയ കാര്യങ്ങൾക്ക് ക്ഷമ വേണ്ട, അതിന് കാലതാമസമില്ല, അത് എപ്പോഴും ആവുന്നതാണ്. പക്ഷെ യൂസ്ഫുൾ ആയ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ അതിന് സമയം അനുവദിച്ചേ മതിയാകും. അതുകൊണ്ട് ഓരോ ക്ലാസ് കഴിയുമ്പോൾ, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ആശ്രമത്തിൻ്റെ അടുത്തൊരു കുട്ടി ഡാൻസ് പഠിക്കാൻ പോയി. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോണില്ല. അപ്പോൾ എന്താ പോവാത്ത, മോളെന്താ പോവാ ചോദിച്ചപ്പോൾ കുട്ടി പറയാണ്, ആ മിസ് എന്നും ഒരേ സ്റ്റെപ്പാ പഠിപ്പിക്കണേ. അപ്പൊ ആ സ്റ്റെപ്പ് മാത്രമേ പഠിപ്പിക്കണുള്ളൂ, വേറെ സ്റ്റെപ്പ് ഇന്ന് വരെ പഠിച്ചിട്ടില്ല. പക്ഷെ കുട്ടിക്ക് അറിയില്ല, ആ സ്റ്റെപ്പ് ഉറച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റെപ്പുകളും ഈസി ആകും എന്നുള്ള കാര്യം. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ആദ്യമായിട്ട് ഗുരുദേവ കൃതികളൊക്കെ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ വരുമ്പോൾ ആദ്യമായിട്ടൊക്കെ എന്താ അറിവ് ബോറായിട്ട് തോന്നും, വളരെ വിരസമായിട്ട് തോന്നും. കാരണം ഇങ്ങനെ ഒരു ശൈലി, ഇങ്ങനെ ഒരു രീതി നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഒരിടത്ത് സ്വസ്ഥമായി ഇരിക്കുക, കുറച്ചധികം സമയം അതിന് മെനക്കെടുക, അതൊക്കെ വായിക്കുക, പഠിക്കുക, എഴുതുക എന്നൊക്കെ പറയുന്ന ശൈലി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആദ്യമൊക്കെ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. പിന്നീട് അതിനൊരു മധുരം വയ്ക്കും. ഈ മുതുനെല്ലിക്ക തിന്നണ പോലെയാണ്. മുതുനെല്ലിക്ക തിന്നുമ്പോൾ ആദ്യം നല്ല ചവർപ്പാണ്, പക്ഷെ കുറെ വെച്ച് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ എന്തൊരു സ്വീറ്റാണ്. ആ കഴിച്ച സമയത്ത് ഉണ്ടായിരുന്ന ചവർപ്പൊന്നും അവസാന നിമിഷത്തിൽ ഉണ്ടാകുന്നില്ല. അതാണ് ഈ നെല്ലിക്കയുടെ ഒരു ഇത്. അതുപോലെയാണ് നല്ല കാര്യങ്ങൾ. തുടക്കത്തിൽ അത് വളരെ പ്രയാസകരമായിരിക്കും, പക്ഷെ അതിന്റെ അവസാനം എന്ന് പറയുന്നത് സുഖം തരുന്നതായിരിക്കും. സാത്വികമായ സുഖത്തിന്റെ പ്രത്യേകതയും അതാണ്. അതുകൊണ്ട് ആരും വിട്ടിട്ട് പോകരുത്. നമുക്ക് ഈ സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് ഈ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചും അറിഞ്ഞും അന്വേഷിച്ചൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു മനുഷ്യനാവും. ബാക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മൃഗങ്ങളും ചെയ്യുന്നതാണ്. ഇത് മാത്രമേ അതിൽ വെറൈറ്റി ഉള്ളൂ മൃഗങ്ങളിൽ നിന്ന്. അപ്പൊ അത് ചെയ്യാതിരിക്കുമ്പോഴോ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് വന്നില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒന്നൊന്നായി എണ്ണി നിങ്ങൾ ഒരുപാട് വട്ടം പാടിയിട്ടുണ്ടെങ്കിലും ആ വരികളിൽ നിന്ന് അതിന്റെ അർത്ഥം എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്, അല്ലെ? ഒന്നൊന്നായി തൊട്ടെണ്ണണത് കാൽക്കുലേറ്ററാണ് തൊട്ടെണ്ണുന്നത് അല്ല. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ. അതായത് ഒരു വ്യക്തി ഈ ലോകത്ത് സകലവിധമായിരിക്കുന്ന വിഷയങ്ങളുടെ പുറകെയും നടന്ന് അവസാനം വിഷയങ്ങളല്ല എനിക്ക് സുഖം നൽകുന്നത് എന്നുള്ള ബോധ്യം വരും. ഇപ്പൊ നമ്മളൊക്കെ ഓരോ ഓട്ടത്തിലാണല്ലോ ഓരോന്നും ഉണ്ടാക്കാൻ. കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഇതൊന്നും
നേടുന്നതല്ല ജീവിതത്തിൻ്റെ അർത്ഥം എന്ന്. കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പാവക്കുട്ടിയെ തന്ന വലിയ സന്തോഷമായിരുന്നു. ആ പാവക്കുട്ടിയെ ഉണ്ട് ഊട്ടി ഉറക്കി എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നമ്മൾ ചെലവഴിക്കും. അതേ കുഞ്ഞ് തന്നെ 13-14 വയസ്സാവുമ്പോൾ പാവക്കുട്ടിയെ കൊടുത്താൽ ഇഷ്ടപ്പെടില്ല. അവൻ്റെ അഭിരുചി മാറി, അവൻ്റെ താല്പര്യം മാറി. അപ്പോൾ അവൻ വേറെ വിഷയങ്ങളിലേക്ക് പോകുന്നു. അവൻ പറയും എനിക്ക് ബൈക്ക് വേണം, ബൈക്കാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയും. അപ്പോൾ ഒരുപാട് ലഹളയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ബൈക്ക് കൊടുക്കും. ബൈക്ക് കിട്ടിക്കഴിയുമ്പോൾ അവൻ പറയും ബൈക്കല്ല വേണ്ടത്, ബൈക്കിന്റെ പുറകിൽ ഇരുത്താൻ ഒരാളെയാണ് വേണ്ടത് എന്ന് തോന്നും. പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ. ആളെ കിട്ടിക്കഴിയുമ്പോൾ ഒരുവിധം സമാധാനം പോയി കഴിയുമ്പോൾ അവന് മനസ്സിലാവും ഇതൊന്നും ആയിരുന്നില്ല വേണ്ടത്, വേറെ എന്തൊക്കെയോ ആയിരുന്നു വേണ്ടത്. ഇതിൽ നിന്നൊക്കെ ഈ തൊട്ടെണ്ണി പൊരുൾ ഒടുങ്ങുമ്പോഴേക്കും ഒരു 55-60 വയസ്സായി കാണും. അപ്പൊ നമ്മൾ അന്വേഷിക്കും കോട്ടയത്ത് ശ്രീനാരായണ പഠന കേന്ദ്രം പോയി നോക്കാം, പഠിക്കാം, ഒന്ന് ചേരാം. ഇനി ഇതൊന്നും പുറകെ പോയില്ല, അത് വേണ്ട എന്ന് വിചാരിച്ച് ഇത് വരണമെങ്കിൽ ഇപ്പൊ എൻ്റെ അടുത്തൊക്കെ ചോദിക്കും ഇതൊക്കെ പഠിക്കണം എന്നുണ്ട്, റിട്ടയർഡ് ആവട്ടെ പറയും. അതുവരെ എന്താണ്, അതുവരെ ഇതിൻ്റെ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും നമുക്ക് പ്രാപിക്കാൻ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം. അപ്പൊ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് ഇതിനെയാണ് എന്താ പറയാ പൊരുളൊടുങ്ങുക. മനസ്സിലായോ? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും. ഞാൻ ഈ മോനെ ഉദ്ദേശമല്ല കേട്ടോ പറഞ്ഞു, അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ അല്ലേ. കുഞ്ഞുനാളിൽ തന്നെ അതൊക്കെ വന്നിരുന്ന് കേൾക്കുന്നു. അതാണ് ഒരു സന്തോഷം അല്ലേ. നമ്മൾക്കൊക്കെ പക്ഷെ കുറവ്, അതൊരു തെറ്റല്ല, അതൊരു കുറവല്ല, മനുഷ്യ സഹജമാണ്. വിഷയങ്ങൾക്ക് പുറകെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അതിനെ നേടുക, നേടിക്കഴിയുമ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കുക, പിന്നെ അടുത്തതിലേക്ക് പോവുക, അത് നേടുക, നേടിക്കഴിയുമ്പോൾ വേണ്ടാന്ന് വയ്ക്കുക. ഇതിനൊരു അറുതി വരുമ്പോൾ നിന്നിടും ദൃക്ക് പോൽ ഉള്ളം. അവസാനം ജീവൻ എന്ത് തോന്നും? ജീവന് മനസ്സിലാകും വിഷയങ്ങളുടെ പുറകെ പോകുന്ന ലോകമല്ല വലുത്. ജീവൻ ഇങ്ങനെ നിശ്ചലമാകും. ഇനി അതൊന്നും എനിക്ക് വേണ്ട, ഇനി അതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തില്ല, ഇനി അതൊന്നും എന്നെ സംതൃപ്തിപ്പെടുത്തില്ല. എനിക്ക് ഇനി വേണ്ടുന്നത്, ജീവൻ നിശ്ചലമാകുന്നത് എപ്പോഴാണ്? ഓട്ടങ്ങളൊക്കെ അവസാനിപ്പിക്കുന്ന എപ്പോഴാണ്? ഈശ്വരനിൽ എത്തുമ്പോഴാണ്. അവിടെയാണ് ജീവൻ അസ്പന്ദമാകുന്നത്. സ്പന്ദം എന്ന് പറഞ്ഞാൽ എന്താ? ചലനം. അസ്പന്ദം എന്ന് പറഞ്ഞാലോ ചലനമറ്റിരിക്കും. ഇനി ഒരു ആഗ്രഹവും ഇല്ല. ഈശ്വരനിലെത്തുമ്പോൾ, ഗുരുവിൻ്റെ അടുത്തെത്തുമ്പോൾ ഇനി ആഗ്രഹങ്ങളില്ല, എല്ലാം കഴിഞ്ഞു. അതാണ് ഒന്നൊന്നായി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന ഒരു അർത്ഥം പറയണ കേട്ടോ. ഇതിനൊക്കെ നിരവധിയായ അർത്ഥങ്ങളുണ്ട്. ഈ ദൃക്ക്, ദൃശ്യം എന്ന് പറയുന്ന 2 വാക്കുകൾ പറയാൻ തന്നെ മണിക്കൂറുകൾ വേണം. അതൊന്നും നിങ്ങൾ ഇപ്പം അറിയണ്ട, ഒരുപാട് അറിഞ്ഞാൽ പിന്നെ പഠിക്കൂല. ഇച്ചിരി ഇങ്ങനെ ഒന്ന് അറിഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. ഈ ലൗകികമായ സുഖങ്ങളുടെ പുറകെ നടന്ന് കുറെ കഴിയുമ്പോൾ ഇതിൽ നിന്നല്ല യഥാർത്ഥമായ സുഖം കിട്ടുന്നത് എന്നറിയുമ്പോൾ ജീവൻ ഈശ്വരനിൽ ചലനമറ്റ് നിൽക്കും. എന്തുപോലെ? ഒരു വണ്ടിന്റെ ചിറകടി നാദം നിലയ്ക്കുന്നത് പോലെ. വണ്ട് വരുമ്പോൾ ഒരു മൂളക്കം കേൾക്കാറില്ലേ? അത് വണ്ടിന്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദമല്ല, പകരം എന്താണ്? വണ്ടിന്റെ ചിറകടിയുടെ ഒച്ചയാണ്. ചിറകടി നിനദമാണ്. അപ്പോൾ ആ വണ്ട് അത്രയും സ്പീഡിലാണ് അതിൻ്റെ ചിറക് കടന്ന് കറങ്ങുന്നത്. അത് ചിറകടി നിർത്തുന്നത് എപ്പോഴാണ്? നല്ല മധുവുള്ള ഒരു താമരപ്പൂവിൻ്റെ ഉള്ളിലേക്ക് ചെന്നിരുന്ന് ഈ മധു ഇങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ ഈ വിമാനം ലാൻഡ് ചെയ്യണ പോലെ ആളെന്ത് ചെയ്യും? പതുക്കെ 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 ഈ ചിറകിനെ ഒതുക്കി 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 ഒരു ചലനവും ഇല്ലാതിരിക്കും. ആ വണ്ടാണ് സൂര്യസുഹൃതി എന്ന് ഗുരു വേറൊരിടത്ത് വിളിച്ചത്. തണ്ടാരിൽ വീണ് മധു ഉണ്ടാരണിക്കും ഒരു വണ്ടാണ് സൂര്യസുഹൃതിയും നിന്നിൽ അസ്പന്ദമാകുന്ന ജീവനും ഒന്ന് തന്നെയാണ്. ഈ 2ാമത്തെ പദ്യത്തിന് ഇത്രയും അർത്ഥം മതി. ഇനി 3ാമത്തെ പദ്യം. 3ാമത്തെ പദ്യം വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ മനസ്സിലാക്കാൻ? അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ.
തന്നു, രക്ഷിച്ചു, ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അവിടെയും വന്നു ഒന്ന്. ഒരു തമ്പുരാനേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം ശിക്ഷിക്കുന്ന ദൈവമല്ല, ആ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. രക്ഷിക്കണേ എന്ന വിലാപവും ഇവിടെ ഇല്ല. രക്ഷിച്ചു എന്ന ആത്മവിശ്വാസത്തിൽ നിന്ന് വന്ന വാക്കാണ്. രണ്ടാണ്. വിശ്വാസം പൂർണ്ണമാകുന്നിടത്ത് ഒരു ഭക്തൻ പറയും, ഗുരു എനിക്കെല്ലാം തന്നു. പൂർണ്ണമല്ലാതിരിക്കുമ്പോൾ നമ്മൾ പറയും, ഗുരു എന്തെങ്കിലും തരണേ, അതുവരെ തരണേ എന്ന് പറയും. വിശ്വാസം പൂർണ്ണമാകുമ്പോൾ, ഭക്തി ഉറയ്ക്കുമ്പോൾ ഇനി ഒന്നും കിട്ടാനില്ല, എല്ലാം കിട്ടിക്കഴിഞ്ഞു എന്നുള്ള തൃപ്തി ഉണ്ടാവും. തൃപ്തി എല്ലാവർക്കും ഉണ്ടാവില്ല. തൃപ്തി ഒരു ഭാവമാണ്, തൃപ്തി ഒരു മാനസികാവസ്ഥയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിലും തൃപ്തനായിരിക്കുന്ന ആളുകളെ വളരെ അപൂർവമേ കാണുള്ളൂ. തൃപ്തന് പരാതികളില്ല. തൃപ്തിയുള്ള ഒരു അമ്മയ്ക്ക് പരിഭവമില്ല. തൃപ്തനായ ഒരു അച്ഛന് പരാതികളും ഇല്ല. അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. നമ്മൾ എത്ര കണ്ട് ആവലാതികൾ പറയുന്നുവോ, നമ്മൾ എത്ര കണ്ട് പരിഭവങ്ങൾ പറയുന്നുവോ, നമ്മൾ എത്ര കണ്ട് പരാതിയുടെ ഭാണ്ഡക്കെട്ടങ്ങൾ അഴിക്കുന്നുവോ, അവിടെയൊക്കെ ധന്യത എന്ന് പറയുന്ന ഒരു വികാരം നമ്മളിൽ ഇല്ലാണ്ട് പോകും. ധന്യതയുള്ള ഒരാൾക്ക് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നേരം കഴിച്ചു കൂട്ടില്ല. കിട്ടിയതിന് നന്ദി പറഞ്ഞ് അവൻ തീരില്ല, സമയം തികയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ചെയ്യാറില്ല. കിട്ടിയതിന് നന്ദി പറഞ്ഞ ഒരു ശീലം നമുക്കില്ല. കിട്ടാത്തതിന് ഇരന്നുകൊണ്ടിരിക്കുന്ന പരാതി മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ അവിടേക്ക് പറയാണ്, നീ ഒരേ ഒരു തമ്പുരാൻ, നീ ഞങ്ങൾക്ക് എന്തൊക്കെ തന്നു? അന്നം തന്നു, വസ്ത്രം തന്നു. ആദി എന്ന് പറഞ്ഞാൽ എന്താ? എക്സെട്ര നമ്മൾ പറയില്ലേ, മുതലായ. അവിടെ എന്ത് നിങ്ങൾക്ക് പൂരിപ്പിക്കാം. അന്നം, വസ്ത്രം, പാർപ്പിടം എന്ന് വേണ്ട, ഒരു ജീവന് വേണ്ട ഏതെല്ലാം സംഗതികളാണോ അതൊക്കെ നീ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ രക്ഷിച്ചു. മൗലികമായിരിക്കുന്ന, അടിസ്ഥാനമായിരിക്കുന്ന സൗകര്യങ്ങളാണ് അന്നവും വസ്ത്രവും പാർപ്പിടവും. അത് നമുക്ക് കിട്ടി അല്ലേ? പക്ഷെ നമുക്ക് എപ്പോഴാണ് ഈ സങ്കടം വരുന്നത്? കിട്ടിയതിന് അപ്പുറത്തെ ആളുമായിട്ട് ഒത്തു നോക്കുമ്പോഴാണ് വിങ്ങിപ്പൊട്ടാൻ തുടങ്ങുന്നത്. എനിക്ക് കിട്ടിയ സാരി അപ്പുറത്തിരിക്കുന്ന ചേച്ചിയുടെ സാരിയേക്കാൾ 500 രൂപ കുറഞ്ഞതാണല്ലോ ഗുരുദേവ എന്ന് നമ്മൾ അടിയുണ്ടാക്കും. എൻ്റെ വീട് അപ്പുറത്തെ വീടിൻ്റെ മാളികയേക്കാൾ എത്രയോ സ്ക്വയർ ഫീറ്റ് കുറഞ്ഞതാണ് എന്ന് വിലപിക്കും. എനിക്ക് കിട്ടിയ ഭക്ഷണം, എനിക്ക് കഞ്ഞിയും പയറും, അപ്പുറത്തെ വീട്ടിൽ ഫ്രൈഡ് റൈസ്. താരതമ്യം ചെയ്യും. എവിടെയൊക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്നുവോ അവിടെയൊക്കെ നമ്മൾ ധന്യതയിൽ നിന്ന് അകലും. അപ്പം ധന്യമായിരിക്കാൻ ഒരേ ഒരു വഴി എന്താ? താരതമ്യം ചെയ്യാതിരിക്കുക. അപ്പുറത്തേക്ക് നോക്കിയിട്ട് ഇപ്പുറത്തെ ഇങ്ങനെ ഒത്തു നോക്കരുത്. ഈ ഒത്തു നോക്കൽ നിർത്തിയാൽ തന്നെ കിട്ടിയതിൽ തൃപ്തിപ്പെടാനായിട്ട് നമുക്ക് പറ്റും. മനുഷ്യന് 2 തരത്തിലുള്ള താരതമ്യങ്ങളുണ്ട്. ആ 2 തരത്തിലുള്ള താരതമ്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ എങ്ങനെയുള്ള വ്യക്തിത്വമാണ് നമുക്കുള്ളത് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറയില്ലേ, അയാൾക്ക് എന്തൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് പറയും. എന്താ അത്? അപകർഷബോധം. ചില ആളുകളെ കാണുമ്പോൾ പറയും അയാൾക്ക് ഭയങ്കര സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആണ് പറയും. അതെന്താ? ഉത്കർഷബോധം. ഇത് 2 ബോധങ്ങളാണ് മനുഷ്യന്. അപകർഷബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നിങ്ങളോട് നന്നായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ കഴിഞ്ഞ മാസത്തെ രചന അവതരിപ്പിച്ചു. അപ്പോൾ ഒരാളിങ്ങനെ പങ്ങിയിരിക്കുമ്പോൾ ചേച്ചി വന്നൊന്ന് വായിക്കും, അയ്യോ പറയില്ലേ? അതെന്താ അങ്ങനെ പറയണേ അറിയോ? പെട്ടെന്ന് നമ്മൾ താരതമ്യപ്പെടുത്തി. ആ വായിച്ചു പോയ ആളേക്കാൾ നന്നായിട്ട് എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ മോശമാണ്. അവരാണ് നന്നായി വായിച്ചത്, എനിക്ക് നന്നായി വായിക്കാൻ അറിയില്ല എന്നുള്ള താരതമ്യം വന്നപ്പോൾ എന്ത് പറ്റി? അപകർഷബോധം വന്നു. പിന്നെ ആ ആളുള്ള വേദിയിൽ നമ്മൾ പോവില്ല. അവരില്ലെങ്കിൽ ഞാൻ വരാൻ പറയും. ഇതാണ് അപകർഷബോധം. ഉത്കർഷബോധമുള്ള ആൾ എങ്ങനെയാണ്? അവർക്കൊന്നും അറിയില്ല, എനിക്കേ അറിയുള്ളൂ. ചില ആളുകൾ അങ്ങനെയാണ്. അപ്പം ഒന്നും അറിയില്ല. നിങ്ങൾ 15ാമത്തെ ബാച്ച്, 2ാമത്തെ ക്ലാസ്സാണ് ആയുള്ളൂ. ഞാൻ 15 കൊല്ലം മുമ്പേ പഠിച്ചതാണ്. അത് അതിലും ദോഷമാണ്.
അങ്ങനെ പറയുന്ന അതിലും വലിയ അഹങ്കാരം. ഞാൻ 15 കൊല്ലം മുന്നേ പഠിച്ചു, നിങ്ങളിപ്പോഴാണ്. അതൊക്കെ എന്തിൽ നിന്നാ വരുന്നത്? താരതമ്യപ്പെടുത്തുക. ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ എപ്പോൾ താരതമ്യപ്പെടുത്തുന്നു അപ്പോൾ നമ്മളെ അടിയിലേക്ക് പോണത്. നമ്മൾ ഒരു തരത്തിലും താരതമ്യപ്പെടുത്തരുത്. നമ്മൾ പറയില്ലേ, നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? അങ്ങനെ പറയാറില്ലേ? നമ്മളിപ്പോൾ അതൊക്കെയല്ലേ ചർച്ച ചെയ്യുന്നത്. എന്താ ജനാധിപത്യം? പ്രത്യേകിച്ച് താരതമ്യപ്പെടുത്താതിരിക്കുക. ആരുടെ പുറകെ നടക്കണ്ട, ആരുടെ മുന്നിലും നടക്കണ്ട, ഒരുമിച്ച് കൈകോർത്ത് നടക്കുക. അതാണ് രസം. അവിടെയാണ് സമത, അവിടെയാണ് സമത്വം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ആർക്കുടെ പുറകെയും വരില്ല, ഞാൻ ആർക്കും മുന്നേയും പോവില്ല, എല്ലാവർക്കും തുല്യതയോടെ അനുഭവിക്കാനുള്ള ഭൂമിയാണിത്. ആ എല്ലാവരും ഒരുമിച്ച് പങ്കിട്ടെടുക്കേണ്ട ഇടമാണിത്. ഒന്നായ മാനവർക്കൊറ്റ നീതി, ഈ മണ്ണ് നമ്മുടെ ആകഭൂമി, ഒന്നായി പണിയെടുത്തുണ്ണണം നാം എല്ലാവരും എല്ലാവർക്കും ഓമനകൾ എന്ന് ഒരു നിത്യയുടെ കവിതയുണ്ട്. എന്നുവെച്ചാൽ നീതി ഉറപ്പാക്കണം, നീതി എല്ലാവർക്കും ഒരുപോലെയാകണം. അത് ഒരു അധ്യാത്മ ഗുണമാകുന്നത് എപ്പോഴാണ്? ജനാധിപത്യ സമൂഹത്തിൽ അത് പ്രസംഗത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഒരു ശ്രീനാരായണ പഠിതാവ് അത് കാണേണ്ടത്? നമ്മൾ താരതമ്യം ചെയ്യാതിരുന്നാൽ മതി. ഞാൻ ഇന്ന ആളെക്കാളും കേമനാണെന്നും വിചാരിക്കേണ്ട, ഞാൻ ഇന്ന ആളെക്കാളും മോശമാണെന്നും വിചാരിക്കേണ്ട. താരതമ്യം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കൃതാർത്ഥത വരും, ഒരു ധന്യത വരും. ആ ധന്യതയിൽ ജീവിച്ചാൽ മതി. ആ ധന്യത തമ്പുരാൻ തരുന്നതാണ്. അതാണ് ഗുരു പറയുന്നത്, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ, ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഈ അന്നവും വസ്ത്രവും പാർപ്പിടവും തരുന്നത് പുറമെ കാണുന്ന തമ്പുരാക്കന്മാരല്ല. അതും പറയാണ്, ഒരേ ഒരു തമ്പുരാനേ ഉള്ളത്, ഈശ്വരനാണ്. മീരാബായി പൂജാരിയോട് പറഞ്ഞ പോലെ ഭക്തമീര ഈ കൃഷ്ണഭക്തിയിൽ മുഴുകിയിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് ഓടിച്ചെന്ന് കയറി. ഇപ്പം കയറിയ വഴിക്കിനെ ഈ പൂജാരി ഈ ഭക്തമീരയെ വിലക്കി. എന്താണ് ഈ കാണിക്കുന്നത്? ഈ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഭക്തമീര അദ്ദേഹത്തോട് പറഞ്ഞു, ഹേ പൂജാരി, ഈ ലോകത്തെല്ലാവരും സ്ത്രീകളാണ്, ഒരേ ഒരു പുരുഷനേ ഉള്ളൂ, അത് ഭഗവാൻ കൃഷ്ണനാണ് എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും അവൻ്റെ ഗോപികൾ മാത്രമാണ് എന്ന് മീരാബായി പറഞ്ഞു. അതെന്താണ്? അതൊരു കാഴ്ചയാണ്. അപ്പം അതുപോലെ നമ്മൾ ധന്യമാക്കുന്ന ഒരു ഘടകമുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും, നിങ്ങളാണെങ്കിലും ഒരിക്കലും എനിക്ക് അതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത്. എനിക്ക് നന്നായി പാടാറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല, എനിക്ക് പറയാനറിയില്ല, എനിക്ക് പാടാനറിയില്ല, എനിക്ക് ഓടാനറിയില്ല, ചാടാനറിയില്ല, ഇതൊക്കെ വരാനൊന്നും അധിക സമയം വേണ്ട. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. ആ പരമാനന്ദ മാധവന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ മൂകൻ വാചാലനായി തീരും. ഒന്നും മിണ്ടാതെ ഏറ്റവും മൂലക്കിരുന്നവരായിരിക്കും കോഴ്സ് കഴിയുമ്പോൾ ഏറ്റവും നന്നായി സംസാരിക്കുന്നത്. അതെന്താണ്? അത് മാധവ സിദ്ധിയാണ്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം, മുടന്തൻ മല കയറുന്ന കാഴ്ച കാണാൻ കഴിയും. അതെന്താണ്? അതാണ് ഗുരുപ്രസാദം. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പരിഭവങ്ങളില്ലാതെ പരാതിയില്ലാതെ നമ്മളെ ജീവിതത്തിൽ കാണുമ്പോൾ അതെല്ലാം നമുക്ക് സിദ്ധിക്കും. അതിലൊരു സംശയമില്ല. ഏതൊരു ഭക്തനാണോ എല്ലാതും വെടിഞ്ഞ് എന്നെ തന്നെ പൂജിക്കുന്നത്, അവൻ്റെ യോഗത്തെയും ക്ഷേമത്തെയും ഞാൻ വഹിക്കും എന്നാണ്. അവന് കിട്ടാൻ സാധ്യതയില്ലാത്തതൊക്കെ കൊടുക്കും, കൊടുത്തതിനെയൊക്കെ നിലനിർത്തുകയും ചെയ്യും. അത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സിദ്ധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് അന്നവും വസ്ത്രവും പാർപ്പിടവും മാത്രമല്ല ഈ തമ്പുരാൻ നൽകുന്നത്, ധന്യത കൂടി നൽകും. ആ ധന്യത കുറവാണെങ്കിൽ ഇന്ന് മുതൽ വിചാരിക്കുക, ഞാൻ അധികം ഇനി നെഗറ്റീവ് പറയില്ല. വീട്ടിലാണെങ്കിലും മക്കളുടെ അടുത്താണെങ്കിലും ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും ഭാര്യയുടെ അടുത്താണെങ്കിലും പരിഭവങ്ങൾ കുറയ്ക്കുക. പരിഭവങ്ങൾ കുറയ്ക്കും തോറും ധന്യത കൂടി കൂടി വരും. പരിഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. കാരണം സംതൃപ്തല്ല. മുഖത്തൊരു പ്രസാദം ഉണ്ടാവില്ല, മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവില്ല. കാരണം എപ്പോഴും
ദുഃഖിതനായിരിക്കും. അപ്പോൾ ആ ഒരു ആത്മപരിശോധനയിൽ നിന്നിട്ട് നമുക്ക് തന്നതിനോട് 2 വസ്ത്രമേ ഉള്ളൂ, കുഞ്ഞു വീടേ ഉള്ളൂ, ഇത്തിരി കഴിക്കാനേ ഉള്ളൂ, അത് മതി, സന്തോഷം, അതെനിക്ക് തന്നല്ലോ, എനിക്ക് വേണ്ടി നീ അത് കരുതി വെച്ചല്ലോ, ആ കരുതലിന് നന്ദി പറയുക. ആ കരുതലിന് നന്ദി പറയുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കിട്ടാത്തത് ചോദിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത് അവസരമായിട്ട് മാത്രം അതിനെ കാണരുത്. എനിക്കതില്ല, എനിക്കത് തരണം കേട്ടോ ഗുരുദേവ എന്ന് പറയാനുള്ളതല്ല പ്രാർത്ഥന, തന്നതിനൊക്കെ നന്ദി പറയാനുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു തലമുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥനയെ കൃതജ്ഞതയുടെ വഴിഞ്ഞുതൂവൽ എന്ന് കവികൾ പറയുന്നത്. ആരാ പ്രാർത്ഥിക്കുന്നത്? നന്ദിയുള്ളവന്റെ ഭാവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അടുത്ത പദ്യത്തിൽ പറയാണ്, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. അന്നവസ്ത്ര ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. നമ്മൾ ചിലപ്പോൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. എന്നുള്ളിലാകണം എന്ന് പറയും, എൻ്റെ ഉള്ളിലാകണം, അങ്ങനെയല്ല, എന്ന് ഉള്ളിലാകണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടട്ടെ എന്ന്. എന്താ പറഞ്ഞത്? എല്ലാതും ഈശ്വരൻ തന്നെയാണെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വേറെ വേറെ ആയിട്ടൊക്കെ വ്യവഹരിക്കുന്നുണ്ട്. അപ്പൊ അതൊരു കടലിന്റെ ഉപമയോട് കൂടിയിട്ട് പറയാണ്. ആഴി, തിര, കാറ്റ്, ആഴം, അതിനോട് ഒപ്പം ചേർത്ത് വെക്കുക. പിന്നെ വരുന്ന 2 വരി, ഞങ്ങളും മായയും നിൻ മഹിമയും നീയും. ആഴി പോലെ ഞങ്ങൾ, തിര പോലെ ഞങ്ങളും മായ, പിന്നെയോ കാറ്റ് പോലെ നിൻ മഹിമ, ആഴം പോലെ ഞങ്ങളും തിരയും, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും. നീ ദൈവം ആഴം. അപ്പൊ സമുദ്രത്തിനെ പറഞ്ഞു, അത് നമ്മളോട് ഉപമിച്ചു. സമുദ്രത്തിൽ ഉണ്ടാകുന്ന തിര, അതും വെള്ളം തന്നെയാണ്, പക്ഷെ കുറച്ച് നേരത്തേക്ക് നമ്മൾ അതിനെ തിര എന്ന് പറയുകയാണ്, തിരമാല എന്ന് വിളിക്കുകയാണ്. തിരമാല സമുദ്രമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ജീവിതത്തിൽ എല്ലാം വേറെ വേറെ ആയിട്ട് തോന്നാനുള്ള കാരണം? അതാണ് മായ ചെയ്യുന്ന പണി. അഴിയും തിരയുടെ പണിയാണ് മായ ചെയ്യുന്നത്. പിന്നെ കാറ്റ് എന്താണ്? അതാണ് ദൈവമഹിമ. കാറ്റുള്ളത് കൊണ്ടാണ് കടലിൽ തിരകൾ ഉണ്ടാകുന്നത്. അപ്പൊ മായ ഈശ്വരന്റെ തന്നെ ഒരു പ്രത്യേക വൈഭവമാണ്, ശക്തിയാണ്. അത് ഗുരുദേവൻ ദർശനമാല പോലുള്ള കൃതികളൊക്കെ പറയുമ്പോൾ അവിടെ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് മായയുടെ ശക്തി എന്നുള്ളത്. മായാദർശനം എന്നൊരു ദർശനം തന്നെ ദർശനമാലയിലുണ്ട്, നിങ്ങളത് പതുക്കെ പഠിക്കും. അവിടെ ഈശ്വര ശക്തിയായിട്ടാണ് മായയെ പറയുക. പിന്നെ എന്താണ്? ഈശ്വരന്റെ സ്ഥാനമാണ് ആഴത്തിനുള്ളത്. ഒരു സമുദ്രത്തിന്റെ ആഴം എന്ന് പറയുന്നതാണ് നീ. അപ്പോൾ എല്ലാതും ഒരു സമുദ്രമാണെങ്കിലും നമ്മൾ സാധാരണഗതിയിൽ ഞാൻ വേറെ, മായ വേറെ, ഭഗവാന്റെ മഹിമ വേറെ, ഭഗവാൻ വേറെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇതെല്ലാം തത്വത്തിൽ ഒന്നാണ് എന്ന ബുദ്ധി എന്ന് ഉള്ളിലാകണം. എനിക്ക് ബോധ്യപ്പെടണം. നമ്മളെപ്പോഴും പറയില്ലേ, ജഗത്തൊന്നും ഇല്ല, ബ്രഹ്മം മാത്രമാണ് സത്യം, ഈശ്വരൻ മാത്രമാണ് സത്യം, അല്ലെങ്കിൽ ഗുരു മാത്രമാണ് സത്യം എന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ടായില്ല, അത് ബോധ്യപ്പെടണം. അദ്വൈതം എന്ന് പറയുന്നത്, വേദാന്തം എന്ന് പറയുന്നത് ബോധ്യപ്പെടലാണ്, അത് പറയാനുള്ളതല്ല. വേദാന്തം പറഞ്ഞത് കൊണ്ട് ആർക്കും മോക്ഷം കിട്ടില്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്, അതൊരു അനുഭവമാണ്. അത് അനുഭവിക്കുന്ന ആൾ ഒരുപാട് പറയാനും നിൽക്കില്ല. അപ്പോൾ അനുഭവം ഉണ്ടാവുന്നിടത്തോളം കാലം നമുക്ക് എന്ത് തോന്നും? ഇതൊക്കെ സത്യമായിട്ട് തോന്നും. സത്യമായിട്ടുള്ളിടത്തോളം സമയം നമ്മൾ ഈ ഒന്നായിരിക്കുന്ന സമുദ്രത്തെ തിരമാല എന്നും കാറ്റെന്നും ആഴിയെന്നും ആഴമെന്നും ഒക്കെ വിഭജിച്ച് പറയുന്നത് പോലെ നമ്മളും മായയും
ഭഗവാന്റെ മഹിമയും ഭഗവാനും ഒക്കെ എന്നുള്ള തരത്തിൽ വ്യവച്ഛേദിക്കും. ആ വ്യവച്ഛേദനം നിൽക്കുന്നത് എപ്പോഴാണ്? തത്വബോധം ഉണ്ടാകുമ്പോഴാണ്. ആ തത്വബോധം ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണം എന്നതാണ് പ്രാർത്ഥന. അഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം. ഈ അധ്യാത്മവിദ്യയുടെ ഏറ്റവും വലിയൊരു നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി, ഇത് കേവലം കാണാപ്പാഠം പഠിക്കാനായിട്ട് ഇതിനെ സമീപിക്കുകയേ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഒന്നും പ്രദാനം ചെയ്യില്ല. നിങ്ങൾ ഇത്തിരിയാണ് അത് കേൾക്കുന്നുള്ളൂ എങ്കിലും അതിനെ നിങ്ങളുടെ സ്വജീവിതത്തിലേക്ക് പകർത്തുന്നിടത്താണ് ഈ ഉള്ളിലാകൽ ഉണ്ടാകുന്നത്. അപ്പൊ ഉള്ളിലാകാനാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ കാണാപ്പാഠം പഠിക്കാനല്ല. 64 കൃതി കാണാപ്പാഠം പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു വർഷം കൊണ്ടൊക്കെ നമുക്ക് കാണാതെ പഠിക്കാം. പക്ഷെ അതിൽ ഒരു വാക്ക് ജീവിക്കാനോ അത് വലിയ പാടാണ്. ഗുരു പറഞ്ഞ ദർശനത്തിൻ്റെ ഒരു ഗുണം, അല്ലെങ്കിൽ ഗുരു പറഞ്ഞ വാക്യങ്ങളിലെ ഒരു വാക്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. എല്ലാവരും ആത്മസഹോദരൻ എന്നല്ലേ പറയേണ്ടത്? ഇത് ഓർക്കുകയിൽ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃപയറ്റ് പൂജിക്കയത്. ഒറ്റ ശ്ലോക പ്രാവർത്തികമാക്കാൻ പറ്റുമോ? പ്യുവർ വെജ് ആവാൻ പറ്റുമോ? പിന്നെ ഇന്നിപ്പോൾ പഠന ക്ലാസ്സിൽ വന്നത് കൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. ചെന്നിട്ട് വേണം കഴിക്കാനല്ലേ. അല്ലേ? ഇതാണ് പഠനവും അനുഭവവും തമ്മിലുള്ള വ്യത്യാസം. പഠിക്കാൻ എളുപ്പം, പറയാൻ അതിലേറെ എളുപ്പം. പക്ഷെ ഇത് പ്രവർത്തിക്കണമെങ്കിൽ നല്ല നല്ല ചങ്കുറപ്പുള്ള ധീരന്മാർക്ക് മാത്രമാണ്, ആ ത്യാഗബുദ്ധിയുള്ളവർക്ക് മാത്രമാണ് അത് അല്പമെങ്കിലും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. പാടാൻ എന്തൊരു സുഖല്ലേ. എത്ര ഉറുമ്പിനെ കൊല്ലണ ലായനികളെ നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിച്ചേക്കണേന്നറിയോ അല്ലേ? പക്ഷെ നമ്മൾ വളരെ ഇമ്പമാർന്ന ശബ്ദത്തിൽ അനുകമ്പാദശകം പാടും. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് ഉള്ള അനുകമ്പയും സദാ. അപ്പോഴായിരിക്കും നമ്മൾ ഓർക്കായോ പാറ്റ ഗുളിക മേടിച്ചില്ലല്ലോ. അതാണ് ഗുരുദേവ ദർശനങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്യാന്ന് പറയും. വേട്ടയാടും കുറെ കഴിയുമ്പോൾ. നമ്മൾ പഠിച്ചതും കേട്ടതൊക്കെ എന്തെങ്കിലും നീ ചെയ്യണുണ്ടോ എന്ന് ഗുരു തന്നെ വന്ന് ചോദിക്കും. അത് ശക്തമായൊരു താക്കീതായിരിക്കും. അവിടെ നമ്മൾ ചൂളിപ്പോകും. അവിടെ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തും. ഇല്ല ഗുരു, ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൈക്കിന് മുന്നിൽ 4 ആളെ പറ്റിക്കാൻ വേണ്ടിയത് ഇതുപോലെ പറയണിയാന്ന് പറയും. പക്ഷെ അതല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പൊരുളിനെ ഉള്ളിലാക്കണം. അത് നമ്മളുടെ ഹൃദയത്തിലാകണം, അത് നമ്മളുടെ അനുഭവത്തിലാകണം. അതാണ് ഇവിടെ പറഞ്ഞത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം. എന്നുള്ളിലാകണം. ഇപ്പം ആരോ എന്നോട് നായും വ്യത്യാസം ചോദിച്ചത് സന്ധ്യയാണോ? എന്നുള്ളിലാകണം. രണ്ടിന് എങ്ങനെ വേണമെങ്കിലും വായിക്കാലോ അല്ലേ? മലയാള ഭാഷയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. എന്നുള്ളിലാകണം എന്ന് പറയുന്ന അർത്ഥമല്ല എന്നുള്ളിലാകണം എന്നുള്ള വാക്കിനുള്ളത്. എന്നുള്ളിലാകണം എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഉള്ളിലാകണം എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്? എന്ന് ഈ പറഞ്ഞ തത്വം എനിക്ക് ബോധ്യപ്പെടണം എന്ന് ഈ പറഞ്ഞ അത്രയും എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മൾ കത്തൊക്കെ എഴുതിയിട്ട് എന്ന് നിത്യ എന്ന് എഴുതൂലേ, അതുപോലെ ഈ പറഞ്ഞത് എനിക്ക് ബോധ്യമാകണം. അപ്പൊ എന്ന് ഉള്ളിലാകണം. അടുത്ത ശ്ലോകം എന്താണ്? നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും. അവിടെ തെറ്റിക്കണ എങ്ങനെയാ? സൃഷ്ടാവായതും. സൃഷ്ടി എന്നല്ലേ കിടക്കണേ. അന്നൊരു ഇമ്പത്തിന് നമുക്ക് സൃഷ്ടാവ് എന്ന് പറയാം. സൃ എന്നല്ല അവിടെ അക്ഷരം. നിങ്ങൾ പുസ്തകത്തിൽ നോക്കൂ, ഋകാരമല്ല, അവിടെ സ്ര എന്നാണ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഈ
പ്രപഞ്ചത്തിൽ നമ്മൾ എന്ത് നോക്കുമ്പോഴും ഈ പ്രപഞ്ചത്തെ ഓരോന്ന് നിർമ്മിക്കുകയാണ് അല്ലേ. നമ്മൾ ഒരു കുടം നിർമ്മിക്കണം, ഒരു മൺകുടം. നമ്മൾ റോഡരികിൽ കാണാറില്ലേ മൺകുടങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന കുശവനെ. അപ്പം അവിടെ എന്താണ്, ഈ മൺകുടം അയാൾക്ക് നിർമ്മിക്കാൻ കുറച്ച് സാമഗ്രികൾ വേണം അല്ലേ. എന്താണ് അദ്ദേഹത്തിന് മൺകുടം ഉണ്ടാക്കാൻ വേണ്ടുന്ന സാമഗ്രി? മണ്ണ് വേണം പ്രധാനമായിട്ട്. പിന്നെ എന്ത് വേണം? ആ കുലാലന് കുലാല ദണ്ട് എന്ന് പറയും. കൊശവൻ്റെ കയ്യിലൊരു ദണ്ടുണ്ട്. ആ ദണ്ടിലേക്കാണ്, ആ മൂശയിലിട്ടിട്ടാണ് അയാൾക്ക് അനുഗുണമായിട്ട് കുടുക്ക വേണോ, പാന വേണോ, പാത്രം വേണോ, ചിരാത് വേണോ എന്നൊക്കെ അയാളുടെ ആശയങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അയാൾ എന്ത് ചെയ്യുക, അതിനെ നിർമ്മിക്കുക. അപ്പം അവിടെയും ഒരു കുശവനുണ്ട്, കുശവൻ്റെ മണ്ണ് ഉണ്ട്, അവിടെ സൃഷ്ടി നടക്കുന്നുണ്ട്, കുടം ഉണ്ടാകുന്നുണ്ട്. ഒരു കുടം മാത്രമല്ല, നമ്മൾ പൂജ ഉണ്ടാകുന്നുണ്ട്, ചട്ടി ഉണ്ടാക്കുന്നുണ്ട്, പാന ഉണ്ടാക്കുന്നുണ്ട്, വിവിധമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇവിടെ എന്താ ഗുരു പറയുന്നത്? നമ്മൾ പുറമെ കാണുന്ന പോലെയല്ല ഈശ്വരൻ്റെ കാര്യത്തിൽ. പുറമെ കുശവൻ എന്താണ് ചെയ്തത്? മണ്ണിനെ പുറമെ നിന്ന് സംഘടിപ്പിക്കുകയായിരുന്നു. അയാൾക്ക് തനിയെ മണ്ണ് സൃഷ്ടിക്കാൻ കഴിയില്ല. അയാൾ എവിടെ നിന്ന് എടുത്തു? മണ്ണ് പുറത്തു നിന്നാണ് എടുത്തത്, ഈ ചക്രം പുറത്തു നിന്നാണ് എടുത്തത്. അയാളും വേറെയാണ്. പക്ഷെ ഈശ്വര സൃഷ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈശ്വരൻ ഒന്നും തന്നെ പുറമെ നിന്ന് സമാഹരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾ ഈ ഷൺമുഖ സ്തോത്രത്തിലൊക്കെ പാടില്ലേ, ലൂതമുള്ളിലിരുന്ന നൂലു വലിച്ചു നൂത്തു കളിച്ചതും സാദരം തനതുള്ളിലാക്കി രമിച്ചിടും പടിമായയാ. ഇത് ഉപനിഷത്തിൽ പറയുന്ന ഉദാഹരണം തന്നെ ഗുരുവോട്. ലൂതം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആരാ ലൂതം? എട്ടുകാരി. ലൂതം ഉള്ളിലിരുന്ന നൂല് വലിച്ചു നൂത്ത് കളിച്ചതും. എട്ടുകാലി എവിടെ നിന്നാ നൂല് സംഘടിപ്പിച്ചത്? നൂലുകടയിൽ പോയിട്ടാണോ? അല്ല, എട്ടുകാലിയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ലൂതം ഉള്ളിലിരുന്ന നൂല് വലിച്ച് നൂത്ത് കളിച്ചതും സദരം തനതുള്ളിലാക്കി രമിച്ചിടും പടിമായ. ആവശ്യം കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങനെ വലിക്കും അതിലേക്കാണ്. ഇതുപോലെയാണ് ഈശ്വരൻ സൃഷ്ടി നടത്തുന്നത്. ഈശ്വരൻ ചിന്തിക്കുകയാണ്, ഒരു ലോകത്തെ സൃഷ്ടിക്കാമെന്ന് ആഗ്രഹിക്കുന്നതോടുകൂടി തന്നെ എങ്ങനെയാണോ എട്ടുകാലി നൂറ്റ് വല നെയ്ത് ആവശ്യം കഴിയുമ്പോൾ ആ വലയെ തിരിച്ച് അതിലേക്ക് തന്നെ മടക്കിയെടുക്കുന്നത്, അതുപോലെ ഈ ഈശ്വരൻ്റെ സൃഷ്ടിയും ഈശ്വരൻ്റെ സൃഷ്ടിജാലവും സൃഷ്ടാവും എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ഈശ്വരനിൽ തന്നെ നിക്ഷിപ്തമാണ്. ഉണ്ടാക്കാൻ വേണ്ടി എങ്ങോട്ടേക്ക് അലഞ്ഞു നടന്നില്ല. ഒരു സാമഗ്രികളും അദ്ദേഹത്തിന് പുറത്ത് നിന്ന് എടുക്കേണ്ടതുണ്ടായിട്ടില്ല. അതുകൊണ്ട് നീ തന്നെയാണ് സൃഷ്ടി. സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സൃഷ്ടിക്കുക എന്ന പ്രക്രിയ. നീ തന്നെയാണ് സ്രഷ്ടാവ്. സ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടി നടത്തുന്ന ആള്. നീ തന്നെയാണ് സൃഷ്ടിജാലം, സൃഷ്ടികളുടെ കൂട്ടം. ഇത് കണ്ണട, ഇത് ഫോണ്, ഇത് പുസ്തകം, ഇത് ഫോണ്, ഇത് ഗ്ലാസ്, ഇങ്ങനെ സൃഷ്ടികളുടെ കൂട്ടം ഉണ്ടല്ലോ, ഞാനും നിങ്ങളും ഒക്കെ ആയ കൂട്ടം. ഇതെല്ലാം ആര് തന്നെയാണ്? നീ തന്നെയാണ്, ഒന്നാണ്. ഈ ഏകത്വത്തിലേക്കാണ് ഗുരു കൊണ്ടുപോകുന്നത്. അപ്പോൾ രണ്ടാമത് ഒന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്വൈതത്തെ എങ്ങനെ ഊട്ടി ഉറപ്പിക്കുകയാണ്. രണ്ടാമതൊന്നില്ല, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ എന്ന് പറയാനാ. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അല്ലേ, നമുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സാമഗ്രികൾ കടയിൽ പോയി വാങ്ങിച്ചാലേ പറ്റുള്ളൂ. ഈശ്വരൻ അങ്ങനെയില്ല. എന്നിട്ട് അടുത്ത പദ്യത്തിൽ പറയാണ്, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നൽകും ആര്യനും. നീയല്ലോ മായയും. മായയെ ഉണ്ടാക്കുന്നതും ആരാണ്? ഈശ്വരനാണ്. ജീവിതത്തിൽ ദുഃഖം വരുമ്പോൾ ഗുരു കൈവിട്ടു എന്ന് പറയരുത്. അത് തരുന്നതും ആരാ? ഗുരുവാണ്. എന്തിനാണ്? ദുഃഖം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുള്ളൂ. സങ്കടത്തിൽ നിന്ന് മാത്രമാണ് എന്തെങ്കിലും നമ്മൾ പഠിക്കുള്ളൂ. സന്തോഷത്തിൽ നിന്ന് നമ്മളൊന്നും പഠിക്കാറില്ല. അനുമോദനങ്ങൾ കിട്ടിയ ഒരാൾ വഷളായിട്ടേ ഉള്ളൂ. പക്ഷെ വിമർശനങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ വളരെ
ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിമർശനം ആദ്യം കേൾക്കുമ്പോൾ വളരെ കയ്പേറിയതായിട്ട് തോന്നും. പക്ഷെ വിമർശനമാണ് ഒരു വ്യക്തിയെ വളർത്തുക. കയ്യടികൾ ഒരിക്കലും നിങ്ങളെ വളർത്തില്ല, അത് നിങ്ങളെ വഷളാക്കും. നിങ്ങൾ അതിൽ നിന്നൊന്നും പഠിക്കില്ല. നിങ്ങൾക്കൊരു ധാരണയുണ്ട്, എന്ത് പറഞ്ഞാലും കയ്യടി കിട്ടും. അപ്പോഴാണ് ഒരാൾ നിശ്ചിതമായി നമ്മളെ വിമർശിക്കുന്നത്. അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ എവിടെയാണ് ഒരു ആരോഗ്യമുള്ള പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ആരോഗ്യമുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, വ്യക്തിത്വം എന്ന് പറയുന്നത്, വിമർശിക്കുന്നതിന് ഗൗരവത്തോടു കൂടി മനസ്സിലാക്കും. അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്, എന്നെ അങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പഠിക്കും. അതാണ് പലപ്പോഴും ജീവിതത്തിൽ അടി കിട്ടുമ്പോൾ നമ്മൾക്ക് മാറ്റം വരുന്നത് കൊണ്ടാണ്. അടി കിട്ടാത്തിടത്തോളം മാറില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഒരു മാറ്റമില്ലാത്ത കുട്ടിയെപ്പോൾ 5 വയസ്സിൽ എങ്ങനെയായിരുന്നോ അത് തന്നെ ഇരിക്കും 50 വയസ്സിലും. അടി കിട്ടാത്തവർക്ക്, അടി കിട്ടിയവൻ 50 വയസ്സാകുമ്പോഴേക്കും ഒരുപാട് പദം വന്നിട്ടുണ്ടാവും. കാരണം എന്താ? ഓരോ അടിയിലും അവൻ പഠിക്കുകയാണ്, ഓരോന്നിലും അവൻ മുന്നേറുകയാണ്. അവൻ പിന്നീട് മുന്നേറാനുള്ള ഉപായമാക്കി അതിനെ മാറ്റുകയാണ്. ജീവിതം എന്ന് പറയുന്നത് രസങ്ങളുടെ കൂട്ടങ്ങൾ മാത്രമല്ല. ജീവിതം എന്ന് പറയുന്നത് വേദനയുടെ കൂട്ടങ്ങളും ഉണ്ട്. അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ്റെ ജീവിതം എന്നും സന്തോഷമായിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ ലോകവാഴ്വ് ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ. അതിൻ്റെ ഒരു വശം സന്തോഷമാണെങ്കിൽ ഒരു വശം സങ്കടമായിരിക്കും. ഇന്ന് വലിയ അനക്കേടില്ലാതെ പോകുന്നുണ്ടെങ്കിൽ നാളെ ഇച്ചിരി ബുദ്ധിമുട്ടോടുകൂടി പോകും. അതിന് നമ്മൾ മുന്നേ കൂട്ടി കാണണം. ഇങ്ങനെയാണ് ജീവിതം എന്ന് കാണണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ നിസ്സാരമായ ഒരു സംഗതി വരുമ്പോഴേക്കും നമ്മൾ തളർന്നു പോകും. ഞാൻ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ല, ഞാൻ ഇന്ന് ഒരാരെയും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ഇന്ന് ഒരാരെയും വഴക്ക് പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറയില്ലേ? നമ്മൾ നമ്മളെ തന്നെ നല്ല കുട്ടിയാക്കി വെക്കും. അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. നമ്മൾ വഴക്ക് പറഞ്ഞില്ലെങ്കിലും നമുക്ക് വഴക്ക് കിട്ടാം. നമ്മൾ നന്നായി പെരുമാറിയാലും നമ്മളോട് മോശമായി പെരുമാറാം. കാരണം ലോകം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള വ്യക്തിത്വങ്ങൾ മാത്രമല്ല ഉള്ളത്. ലോകം എന്ന് പറയുന്നത് പലവിധമായ വ്യക്തിത്വങ്ങളുടെ കൂട്ടമാണ്. ഈ സൃഷ്ടിജാലം എന്ന് പറയുന്നത് ഓരോരുത്തരും വേറെ വേറെ ആളുകൾ. ആ വേറെ വേറെ ആളുകൾക്ക് വേറെ വേറെ പ്രകൃതങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എന്നെ പോലെ ആകണമെന്ന് വാശി പിടിച്ച് എങ്ങനെ ഇരിക്കും? ഞാനൊരു പാവാണ്, അതുകൊണ്ട് ലോകവും പാവാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പാവമല്ലാത്തതും ലോകത്തുണ്ട്. അതിനെ നമ്മൾ മുന്നേ കൂട്ടി കാണുമ്പോഴാണ് നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് വരുമ്പോഴും അതിൽ നിന്ന് കരകയറാനായിട്ട്, അതിൽ നിന്ന് വീണ്ടും പൊങ്ങി വരാനുള്ള ഒരു ഊർജം കിട്ടുള്ളൂ. അപ്പോൾ നീയല്ലോ മായയും ഈശ്വരനാണ്, മായാവിയും. മായാവി എന്താണ്? മായയെ ഉണ്ടാക്കുന്നവൻ ആരോ അവനാണ് മായാവി. മജീഷ്യനാണ്. ഈശ്വരൻ ഒരു ഇന്ദ്രജാലക്കാരനെ പോലെയാണ്. ഒരു ഇന്ദ്രജാലം ഉണ്ടാക്കുന്നു, ഇന്ദ്രജാലം ചെയ്യുന്നു, അത് കണ്ട് ആനന്ദിക്കുന്നു. നമ്മൾ തന്നെ ചോദിക്കില്ലേ, നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് കണ്ട് ഗുരു തന്നെ ചോദിച്ചിട്ടില്ലേ, മൂട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ കൂറർദ്ധനാരീശ്വര. ഇത്രയൊക്കെ അപഹാസ്യത്തോടുകൂടി ആരാ ചോദിക്കുക? ശിവനോട് ചോദിക്കുകയാണ്. മൂട്ടിൽ നിന്ന് എണീക്കാറായില്ലേ? ഞങ്ങളിവിടെ മഴ കിട്ടാതെ വലയുകയാണ്. മുട്ടിൽ തന്നെ ഇരുന്നിടുന്നു മുറയോ കൂറർദ്ധനാരീശ്വര. ഒരു സർക്കാസം, ഒരു പരിഹാസത്തോടു കൂടി ഭക്തി അവതരിപ്പിക്കുക. എപ്പോഴാണ് പരിഹസിക്കാൻ പറ്റുക? അത്രയും സ്വാതന്ത്ര്യം നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമ്മൾ ഒരു സുഹൃത്തിനെ പോലെ ഈശ്വരനെ കണ്ട് അങ്ങനത്തെ രചനകളൊക്കെ എഴുതാൻ പറ്റുക. അപ്പം ഈശ്വരൻ മായയാണ്, ഈശ്വരൻ മായാവിയാണ്, മായയിൽ ആനന്ദിക്കുന്നവരാണ്. പക്ഷെ എപ്പോഴും കളിപ്പിക്കില്ല കേട്ടോ. എന്ത് ചെയ്യും അവസാനം? നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യൻ. ഈ സകലവിധമായ ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റി സായുജ്യം നൽകാൻ പോരുന്നവനുമാണ് നീ. അതായത് ജീവിതത്തിൽ ഒരു ഗുരുവായിട്ട് വന്ന് അതുവരെ ഉണ്ടായ സകല വിഷമങ്ങളെയും ആ ഗുരു മാറ്റിത്തരുന്നത് പോലെ പ്രവർത്തിക്കുവാനും നിനക്ക് കഴിയും. ആദ്യമൊക്കെ വിചാരിക്കും ഇരുളടഞ്ഞു പോയല്ലോ ജീവിതമെന്ന്. പിന്നെ നമുക്ക് മനസ്സിലാകും ഇത് എക്കാലത്തേക്കുമല്ല. എൻ്റെ കോട്ടയത്ത് എത്തുമ്പോൾ ട്രെയിൻ പോകുമ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഒരു ടണൽ വരും. ആ ടണൽ വരുമ്പോൾ എല്ലാവരും ലൈറ്റ് ഓൺ ചെയ്യും ട്രെയിനിൽ. ഇപ്പം അതില്ല തോന്നുന്നു, അപ്പം അത് മാറ്റി തോന്നും. ഈ ടണൽ വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക?
എന്തൊരു ഇരുട്ടാണ് എൻ്റെ ജീവിതത്തിന്, എൻ്റെ ജീവിതം എന്നും ഇങ്ങനെ ഇരുണ്ടു പോയല്ലോ ഭഗവാന്. ഭയങ്കര ശക്തമായി വിലപിച്ചിരിക്കുമ്പോഴാണ് ഈ ടണലിൽ നിന്ന് ഈ വാഹനം പുറത്ത് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും വെട്ടം വരും. അപ്പം ജീവിതത്തിൽ നിങ്ങളും അങ്ങനെ തന്നെ ശുഭകാംക്ഷയോട് കൂടിയിട്ടിരിക്കണം, ശുഭകാമനയോട് കൂടിയിരിക്കണം, ശുഭപ്രതീക്ഷയോട് കൂടിയിരിക്കണം. ഞാൻ ഇപ്പോൾ ഒരു ടണലിലാണെങ്കിലും ആ ടണലിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കും. പുതിയ പ്രകാശം എന്നിലേക്ക് വരും, പുതിയ അറിവിൻ്റെ കിരണങ്ങൾ എന്നിലേക്ക് വരും. അത് തരാൻ ശക്തിയുള്ളവനാണ് ഈശ്വരൻ. മായ കാണിക്കാനുള്ള അതേ ശക്തി തന്നെ മായ മാറ്റാനും ഈശ്വരൻ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യൻ. അടുത്ത പദ്യത്തിലാണ് ദൈവത്തിൻ്റെ നേരെ ചൊവ്വയുള്ള ഡെഫിനിഷൻ, നിർവചനം ഗുരു പറയുന്നത്. എന്താ അത്? നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ സത്യം, നീ ജ്ഞാനം, നീ ആനന്ദം. ദൈവമേ നീ സത്യമാണ്, ദൈവമേ നീ ജ്ഞാനമാണ്, ദൈവമേ നീ ആനന്ദമാണ്. ബ്രഹ്മത്തിന് കൊടുത്തിരിക്കുന്ന, ഉപനിഷത്തിൽ കൊടുത്തിരിക്കുന്ന നിർവചനമാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. എന്താ ബ്രഹ്മം? അത്രേ പറയണുള്ളൂ. നേരെ പറയാണ് സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ. ഗുരുദേവൻ ആ അനന്ത ശബ്ദത്തെ ആനന്ദം എന്ന് കുറെക്കൂടി പരിവർത്തനപ്പെടുത്തി പറഞ്ഞു തന്നു. ദൈവം സത്യമാണ്. സത്യം എന്ന വാക്കിന് എന്താ അർത്ഥം? സത്യം പറയണം എന്ന് പറയും അല്ലേ? എന്താ സത്യം പറയണം എന്ന് പറയണത്? മാറ്റി പറയേണ്ടി വരരുത്. സത്യം പറഞ്ഞാൽ മാറ്റി പറയേണ്ടി വരില്ല. എത്ര 1000 കള്ളം പറഞ്ഞാലും മാറ്റി പറയേണ്ടി വരും അല്ലേ? നിങ്ങൾ വീട്ടിൽ ചെന്ന് ഭർത്താവിനെ ഭാര്യയെ പറ്റിയ ഒരു കള്ളം പറഞ്ഞാൽ നിങ്ങൾ തന്നെ അവസാനം അത് മൂടി വെച്ച് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നേരല്ലാത്തതൊക്കെ വരും. ക്ഷമിക്കണം, അതൊന്നും ആയിരുന്നില്ല, കഥ എങ്ങനെയായിരുന്നു മിനിഞ്ഞാന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്ന് മുതൽ എപ്പോഴാ പറയാം, എല്ലാവരും കഴിഞ്ഞു കഴിയുമ്പോൾ. ഈ കള്ളത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കള്ളത്തിന് ഒരുപാട് സമയം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നുണയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നുണ പറയാം, സുഖമായിട്ട് പറയാം, പക്ഷെ അതിനെ നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയും സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത് ന ബ്രൂയാത് സത്യം അപ്രിയം. സത്യം പറയണം, പ്രിയമായത് പറയണം, ഒരിക്കലും അപ്രിയമായ സത്യം പറയരുത്. അപ്പോൾ അവിടെ സത്യം എന്ന വാക്കിന്റെ അർത്ഥം പോലെ ഇവിടെ ഈശ്വരൻ സത്യമാണ് എന്ന് പറയാൻ കാരണം എന്താ? 3 കാലങ്ങളിലും മാറ്റമില്ലാതെ വർത്തിക്കുന്ന ചൈതന്യം ഏതാണോ അതാണ് സത്യം. 3 കാലങ്ങൾ എന്ന് പറയുന്നത് ഏതാ? ഭാവിയും ഭൂതവും വർത്തമാനവും. ഈശ്വരൻ കഴിഞ്ഞ കാലത്ത് മാത്രം ഉണ്ടായതല്ല, ഈശ്വര ചൈതന്യം വർത്തമാന കാലത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല, ഈശ്വര ചൈതന്യം ഭാവി കാലത്തിൽ മാത്രം നിലനിൽക്കുന്നതല്ല. ഈശ്വരൻ ത്രികാലാതീതമായ പൊരുളാണ്. അതാണ് സത്യം. ഒരിക്കലും മാറ്റമില്ലാതെ തുടരുന്നത് എന്നർത്ഥം. അതിൻ്റെ ഒരു മിനിയേച്ചറിലാണ് നമ്മളോടും പറയണത്, മാറ്റി പറയരുത്, ഉള്ളത് പറയണം എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളത് സത്യമാണ്. സത്യം പറഞ്ഞാൽ അപ്പം ഇത്തിരി വിഷമം ഉണ്ടാവുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് വലിയ സമാധാനമാണ്. പക്ഷെ കള്ളം പറഞ്ഞാൽ ഒരിക്കലും ആ സമാധാനം നമുക്ക് കിട്ടില്ല. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പറ്റും, മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും, പക്ഷെ സമാധാനം കിട്ടില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ 3 കാലത്തിലും മാറ്റമില്ലാതെ തുടരുന്ന പൊരുളിനെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. ഈശ്വരൻ ജ്ഞാനമാണ്. ജ്ഞാനം എന്താണ്? അറിവാണ്, ചൈതന്യമാണ്. എവിടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അറിവുണ്ടാകുന്നുണ്ടോ അവിടെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ആനന്ദവും ഉണ്ടാകും. ആനന്ദം എതിലൂടെ കിട്ടുന്നതാ? ആനന്ദം അറിവിലൂടെ കിട്ടുന്നതാ. അറിവ് വരുന്നതോട് കൂടിയിട്ട് സകല ദുഃഖങ്ങളും പോകും. നമ്മൾ വിചാരിക്കുന്നത് പൈസ ഇല്ലാത്തതാണ് എൻ്റെ ദുഃഖം എന്നാണ്, അല്ലെങ്കിൽ ആവശ്യത്തിന് വിഭവങ്ങൾ ഇല്ലാത്തതാണ് എൻ്റെ ദുഃഖം എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിലുണ്ടല്ലോ, ഈ അറിവ് നിങ്ങളുടെ സകല ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കും. അറിവിൻ്റെ പ്രത്യേകത അതാണ്.
അതുകൊണ്ടാണ് വിദ്യാധനം സർവധനാത് പ്രധാനമെന്ന് നമ്മളിങ്ങനെ 4 വരി കോപ്പിയിൽ എഴുതി പഠിച്ചത്. എന്ന രാജഭാരം എന്ന ചോരകാര്യം എന്ന് പറയും ആചാര്യന്മാർ. എന്താണ് ഈ അറിവിനൊരു പ്രത്യേകതയുണ്ട്. അറിവിന് രാജഭാരമില്ല, ടാക്സ് കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ ശമ്പളം കൂടിപ്പോയാൽ നമുക്ക് ടാക്സ് കൊടുക്കണം, നികുതി ചുമത്തുക അറിയും, സർക്കാർ അറിയും എത്ര രൂപയാണ് മേടിക്കണേന്ന്, എന്നിട്ട് നമുക്ക് ടാക്സ് കൊടുക്കണം. പക്ഷെ നിങ്ങൾ എത്ര വലിയ അറിവിനെ നിങ്ങളുടെ ഉള്ളിൽ ചുമന്ന, അയ്യോ അത്ര അറിവുള്ളവനാ ടാക്സ് അടയ്ക്കണം എന്ന് പറയില്ല. പിന്നെ രാജഭാരം നച്ച ചോരകാര്യം. നിങ്ങൾ വേറെ എന്ത് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചാലും ചോരൻ വരും. ആരാ? കള്ളൻ. പക്ഷെ നിങ്ങളുടെ തലമണ്ടയ്ക്കയുടെ അകത്ത് കയറി ആരും ഒന്നും മോഷ്ടിച്ചു കൊണ്ടുപോകില്ല. അതാണ് അറിവിൻ്റെ പ്രത്യേകത. ഒരു വ്യക്തി അറിവ് ഉള്ളിലായതുകൊണ്ട് അത് ഒരു കള്ളനും മോഷ്ടിക്കാനായിട്ട് പറ്റില്ല. ഒരു കള്ളനും മോഷ്ടിക്കാൻ പറ്റില്ല. ഒരു രാജാവിന് നികുതി ചുമത്താനും പറ്റാത്ത ഒരേ ഒരു ധനമേ ഈ ലോകത്തുള്ളൂ, അത് വിദ്യാധനമാണ്. അതുകൊണ്ടാണ് വിദ്യ നേടണം, വിദ്യ നേടണം, വിദ്യ നേടണം എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞത്. ഗുരുദേവൻ ഈ കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഒപ്പം പിന്നെ ഗുരുദേവൻ ഈ വിദ്യാഭ്യാസം നേടണം, വിദ്യാഭ്യാസം നേടണം എന്ന് പറഞ്ഞാൽ എന്തിനാ? അവിടെ മാത്രമാണ് നമുക്ക് വെളിച്ചം ഉണ്ടാവുന്നുള്ളൂ, അവിടെ മാത്രമാണ് നമുക്ക് ബോധം ഉണ്ടാവുന്നുള്ളൂ. ഈ ബോധോദയത്തിലേക്കുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ജ്ഞാനമാണ്. അതെന്ത് ജ്ഞാനമാണ്? അതാണ് ഈശ്വര ജ്ഞാനം എന്ന് പറയുന്നത്. അതും നീയാണ്. ഒരറിവ്, ആ അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഏതൊരു അനുഭൂതിയാണോ നമുക്ക് ഉണ്ടാകുന്നത്, ആ ആനന്ദവും നാം തന്നെ. എൻ്റെ ഗുരു സ്വാനുഭവ ഗീതയൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ആനന്ദക്കടൽ പൊങ്ങി താനെ പായുന്നിതാ പരന്നൊരു പോൽ ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസജനം. ആനന്ദക്കടൽ പൊങ്ങി. ഒരു പരമഹംസന്റെ ആന്തരികാനുഭൂതിയെ വർണ്ണിക്കുകയാണ് ഗുരു. അത് ആനന്ദക്കടലാണ്. ആനന്ദക്കടൽ പൊങ്ങി പാനം ചെയ്യുന്നു, അതിൽ നിന്ന് പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സദാ ആനന്ദിയായിരിക്കാനുള്ള ഏക മാർഗം ജ്ഞാനമാർഗത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ജ്ഞാനം ആനന്ദത്തിൽ കൊണ്ടെത്തിക്കും. ഈശ്വരൻ സത്യമാണ്, ഈശ്വരൻ ജ്ഞാനമാണ്, ഈശ്വരൻ ആനന്ദമാണ്. നീ സത്യം, ജ്ഞാനം, ആനന്ദം. നീ തന്നെ വർത്തമാനവും. ഈ വർത്തമാനം നീയാണ്. ഈ ഒറ്റ കാലമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ഏത്? ഇപ്പോൾ ഇവിടെ എന്ന ഈ പ്രസന്റ് ടെൻസ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും 2 കാലങ്ങൾ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നതാണ്, വ്യക്തി ഉണ്ടാക്കുന്നതാ. നാളെ ഒരു കാലം വരും, ഇപ്പോൾ വന്നിട്ടില്ല, സമാഗതമായിട്ടില്ല. കഴിഞ്ഞ കാലവും നമ്മളിൽ നിന്ന് പോയതാ. അപ്പൊ ഏതേ സത്യമായിട്ടുള്ളൂ? ഈ വർത്തമാനം മാത്രം. അതുകൊണ്ടാണ് വലിയ ഫിലോസഫേഴ്സ് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ ഇവിടെ ജീവിക്കൂ, ഇപ്പോൾ ഇവിടെ ജീവിക്കൂ. വീട്ടിൽ ചെല്ലുമ്പോൾ അയ്യോ മഴ വരുന്നുണ്ടല്ലോ, എല്ലാം നനഞ്ഞ പോലെ എന്ന് ആലോചിക്കാതിരിക്കൂ. ഇപ്പോൾ ഇവിടെ ജീവിക്കും, എനിക്ക് ബസ് കിട്ടുമോ എന്ന് ആലോചിക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ജീവിക്കും. കാരണം ഇപ്പോൾ ഇവിടെ ജീവിച്ചാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നാളെ എന്തായിത്തീരുന്ന ആലോചിച്ചാൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ വർത്തമാന കാലത്തിൽ ജീവിക്കുന്നതിനെയാണ് ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുക. ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക, ജീവന കല എന്ന്. എപ്പോഴാണ് ഒരാള് ജീവിതത്തെ കലയായിട്ട് കാണുന്നത്? ജീവിതം കലയാകുന്നത് ഈ നിമിഷത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ്. എവിടെയാണ് നമ്മുടെ ശരീരം, അവിടെ നമ്മുടെ മനസ്സിനെ വെക്കുമ്പോൾ അത് ഈ നിമിഷത്തിലുള്ള ജീവിതമായി. ഈ നിമിഷം തന്നെയാണ് ദൈവം, നീ തന്നെ വർത്തമാനവും. എന്നിട്ട് പറയാണ് ഭൂതവും ഭാവിയും വേറല്ല, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും ഈ വർത്തമാന കാലത്തിൽ നിന്ന് വേറെയല്ല. എന്താ അങ്ങനെ പറയുന്നത്? ഈ പറയുമ്പോൾ തന്നെയാണ് ഞാൻ ഇന്നലെയെക്കുറിച്ചും പറയണത്, നാളെയെക്കുറിച്ചും പറയണത് വർത്തമാന കാലത്തിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പൊ അത് രണ്ടും വർത്തമാന കാലത്തിൽ നിന്ന് വ്യത്യാസമല്ല. ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. ഇനി അവസാനം മൊഴി. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഗുരുക്കന്മാരുടെ വാണി, ഗുരുക്കന്മാരുടെ വചനം, അതും നീ തന്നെ. ഈശ്വരനെ തേടി അലയണ്ട. ഗുരുദേവ കൃതി വായിച്ചാലും ഈശ്വരനെ മനസ്സിലായി, ഈശ്വരനെ കണ്ടതുപോലെ, ഈശ്വരനെ അനുഭവിച്ചതുപോലെ. അതാണ് മൊഴിയാണ്. ആരുടെ മൊഴിയാണ്? ഈശ്വരതുല്യനായ ഋഷിയുടെ മൊഴിയാണ്.
ഓതും മൊഴിയും ഓർക്കിൽ നീ. ഓർത്തോക്കണവർക്കാട്ടോ അത് മനസ്സിലാവുള്ളൂ. വിചാരം ചെയ്യുന്നവർക്കാണ്, അനുസന്ധാനം ചെയ്യുന്നവർക്കാണ്, അനുസരിക്കുന്നവർക്കാണ് ഇത് മൊഴി ഗുരു തന്നെയാണ്, ദൈവം തന്നെയാണ് എന്നറിയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ സശരീരനായി നമ്മുടെ മുന്നിലില്ല. പക്ഷെ എന്താണ്, ഈ വാക്കുകൾ ഇന്നും ഗുരുദേവന്റെ സജീവ സാന്നിധ്യത്തെ നമുക്ക് അനുഭവിച്ചു തരുന്നു. അതാണ് മൊഴിയുടെ ശക്തി. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിന്നിതിന്നു നേർ ഒരുവാ ഉടൽ വിട്ടു കീർത്തിയാം ഒരുവാർ നിങ്ങ് അനുകമ്പ നിന്നിടും. ഉരുവാം ഉടൽ വിട്ട് കീർത്തിയാം ഉരുവാർന്നു. ഒരു മഹാത്മാവ് എങ്ങനെയാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത്? അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിന് ശേഷവും അദ്ദേഹം കീർത്തിയാം ഉരുവാർന്ന് കീർത്തിയാകുന്ന ശരീരത്തിൽ നിലനിൽക്കുന്നു. യശസ്, ഫെയിമാണ് എന്നർത്ഥം. കാലങ്ങൾ കൊണ്ട് ആ വ്യക്തിയുടെ ഫേമസ് ആയി എന്ന അവസ്ഥ പോണില്ല, എന്നും പ്രസക്തനാണ് അദ്ദേഹം. കീർത്തിയാം ഉരുവാർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. 150 വർഷങ്ങൾക്ക് ഇപ്പുറവും ഫെയിമിന് ഒരു കുറവുമില്ല, ഉണ്ടോ? ഇപ്പോഴും കീർത്തിയോടെ തന്നെയാണ് നിൽക്കുന്നത്. അതാരെ അങ്ങനെ ഓർക്കുന്നത്? മഹാത്മാക്കളെ മാത്രമാണ്. ആ ആചാര്യന്മാരുടെ വചനവും എന്താണ്? നീ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. ഓതും മൊഴിയും ഓർക്കുന്നത്. അടുത്ത പദ്യത്തിൽ പറയാണ്, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും മഹിമാവ് ആർന്ന മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. എങ്ങനെയുള്ള ഈശ്വരൻ ജയിക്കട്ടെ എന്നാണ് പറയുന്നത്? നിൻ തിരുനാമം ജയിക്കട്ടെ എന്നൊക്കെ നമ്മൾ ഗുരുവിനെ കുറിച്ചുള്ള പാട്ടിലൊക്കെ കേൾക്കാമല്ലോ. എന്താണ് ജയിക്കുന്നത്? ഈശ്വര സ്വരൂപം എങ്ങനെയാണ്? അകവും പുറവും തിങ്ങുന്ന മഹിമാവാണ്. ഈശ്വരൻ പുറത്ത് മാത്രമല്ല ഉള്ളത്, ഈശ്വരൻ എവിടെയുണ്ട്? അകത്ത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നാണ് ഗീതയിൽ കൃഷ്ണ അർജുനോട് പറയാല്ലേ, അർജുന, ഈശ്വരൻ എല്ലാ ഭൂതജാലങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്നു. അതാണ് അകത്തിരിക്കുന്ന മഹിമാവ്. ഇനി പുറത്തിരിക്കുന്ന മഹിമാവ് എങ്ങനെയാ? മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗതകം താനായതും ധരനദിനാരിയും നരനും അനാഗവും നരകവും നീനാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ജ്ഞാനായതും ഭവതി ഹേനാദരൂപിണി അഹോ നാടകം നിഖിലവും. ഇതാണ് പുറമേ ഇരിക്കുന്ന മഹിമാവ്. മീനായിരിക്കുന്നു, മാനായിരിക്കുന്നു, സ്വർഗമായിരിക്കുന്നു, നരകമായിരിക്കുന്നു, സ്ത്രീ ആയിരിക്കുന്നു, പുരുഷനായിരിക്കുന്നു, മൈക്കായിരിക്കുന്നു, പുസ്തകമായിരിക്കുന്നു. ഏതേത് നാമരൂപങ്ങൾ ഇവിടെയുണ്ടോ ആ നാമരൂപങ്ങൾക്കൊക്കെ ചൈതന്യമായി പുറമെയും അകത്ത് പ്രത്യേകാത്മരൂപത്തിൽ അകത്തും ഇരിക്കുന്ന മഹിമാവ്. അതാണ് ഒരേ സമയം അകവും പുറവും തിങ്ങുന്ന മഹിമാവ്. കേവലം അകത്ത് മാത്രമല്ല, പുറത്തും അതുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഈശ്വരനായിട്ട് കാണാൻ ഭക്തന്മാർക്ക് പറ്റുന്നത്. അതുകൊണ്ടാണ് ഹരിനാമകീർത്തനത്തില് ശ്ലോകത്തിൽ പറയും, എന്താണ്? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാൻ എന്ന ഭാവം
അതു തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നണമേ വരദനാരായണായ നമ. ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന എന്താണ്? എനിക്ക് അഹങ്കാരത്തിൻ്റെ ലവലേശം പോലും തരരുതേ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാട്ടോ. നമ്മളിങ്ങനെ പഠിച്ചൊക്കെ പോകുമ്പോൾ ഒരിക്കലും പഠിക്കാത്ത ആളുകളെ കാണുമ്പോൾ ഒന്നും നമ്മളുടെ അഹങ്കാരത്തെ അല്ല അവിടെ കാണിക്കേണ്ടത്. നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുമല്ലോ. അപ്പം അത് അറിയില്ലാത്ത ആളുകളുമായിട്ട് മാറ്റുരയ്ക്കാൻ ഉപയോഗിക്കരുത്. അവർ പാവങ്ങളാണ്. അവർക്ക് നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടാത്തത് കൊണ്ട് അറിയാണ്ട് പോയതാ. അവരുടെ മുന്നിൽ, തോണിക്കാരൻ്റെ മുന്നിൽ പണ്ഡിതൻ വീമ്പളക്കിയ പോലെ ചെയ്യരുത്. അവിടെ നമ്മളും അവരെ പോലെ അജ്ഞന്മാർക്ക് അജ്ഞൻ എന്ന് ഗുരുദേവനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അജ്ഞാനികളുടെ അടുത്ത് അജ്ഞനെ പോലെ, പണ്ഡിതന്മാരുടെ അടുത്ത് പണ്ഡിതനെ പോലെ. ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വരണം. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി വഴങ്ങിക്കൊടുക്കാനുള്ള ഒരു അവസ്ഥ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തി നല്ല മനുഷ്യനാവുള്ളൂ. അറിയില്ലാത്തടത്ത് നമുക്ക് അറിവ് പറയാൻ എളുപ്പമല്ലേ. പക്ഷെ അറിവുള്ള ഒരാളുടെ അടുത്ത് അറിവ് പ്രദർശിപ്പിച്ച് മാറ്റിരക്കുക എന്ന് പറയുന്നത് ഇത്തിരി പ്രയാസവുമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ പറയാണ്, ഈ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ഇത്തിരി പോലും അഹങ്കാരം തരല്ലേ. ഞാൻ ഇതൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരിക്കൽ പോലും തോന്നരുതേ ഞാൻ ഇതൊക്കെ പഠിക്കുന്ന ആളാണ്. അതിൻ്റെ ഒരു ഗർവം, അതിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ ലാഞ്ചന പോലും എൻ്റെ ഉള്ളിൽ ഉണ്ടാവരുത്. അനന്ത ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. എന്നിട്ട് പറയാണ്, ഇനി അങ്ങനെ ഒരു അഹങ്കാരം നീ എനിക്ക് തരുകയാണെങ്കിൽ അതെങ്ങനെ തരണം? അഖിലം ഞാനിതെന്ന വഴി തോന്നണം. ആരെ കാണുമ്പോഴും അത് ഞാൻ തന്നെ. അപ്പോൾ പിന്നെ ആരോട് വഴക്കടിക്കുക? നമ്മളോട് വഴക്കടിക്കുമോ? ഇല്ല. നമ്മൾ മറ്റുള്ളവരോടല്ലേ വഴക്കടിക്കുകയുള്ളൂ. ആ മറ്റുള്ളവരും ഞാനാണെങ്കിൽ അന്യരായിട്ട് ആരുമില്ല. അതുകൊണ്ടാണ് അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്ത അവനിയിൽ ആദിമമായൊരു ആത്മരൂപം. അപ്പം ആരെ കണ്ടാലും അത് ഞാനാണെന്നുള്ള അഹങ്കാരം തരുക, അതെനിക്കിഷ്ടം. പക്ഷെ അല്ലാതെ ഒരു അഹങ്കാരം എനിക്ക് തരരുതേ. അതാണ് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ പദത്തെ എന്ത് ചെയ്യണം? പുകഴ്ത്തണം. എവിടെയൊക്കെ ഗുരുവിനെ പ്രകീർത്തിക്കുവാനുള്ള അവസരം കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ പ്രകീർത്തിക്കണം, പുകഴ്ത്തണം. അത് സ്വയം പൊങ്ങച്ചമാകരുത്. അയാൾ വലിയ എസ് പി ആന്ന് പറയും. ഞാൻ ക്ലാസ്സിലെ കുട്ടികൾ പറയും എസ് പി ആണ് മിസ്സേ എന്ന് പറയും. എന്താ എസ് പി എന്താണ്? അത് സ്വയം പൊങ്ങി എന്നാണ് പറയും. സ്വയം പൊങ്ങച്ചം, സ്വയം പുകഴ്ത്തുക. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് അങ്ങനെയല്ല. ആരെയാ പുകഴ്ത്തേണ്ടത്? നമ്മളെ അല്ല പുകഴ്ത്തേണ്ടത്. നമ്മൾ ആരെ പുകഴ്ത്തണം? ഈശ്വരനെ പുകഴ്ത്തണം. ഇപ്പോൾ പുകഴ്ത്തേണ്ടവനെ പുകഴ്ത്തുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉയർത്തപ്പെടും. അതൊരു മനഃശാസ്ത്രമാണ്. നിങ്ങൾ ആചാര്യന്മാര്, ഗുരുക്കന്മാര് നിങ്ങൾ എത്ര കണ്ട് നിങ്ങൾ പുകഴ്ത്തുന്നോ അത്രയും നിങ്ങൾ ഉയരപ്പെടും. നിങ്ങൾ വളർച്ച നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒരു പങ്ക് എന്ന് പറയുന്നത്. അപ്പൊ അതില് ഒരിക്കലും എന്ത് പാടില്ല? പിശുക്ക് പാടില്ല. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ. എന്താ പുകഴ്ത്തുന്നത്? അങ്ങ് ഭഗവാനെ ജയിക്കുക, നീ ജയിക്കട്ടെ എന്നാണ്. ഈശ്വരൻ എന്നും ഇവിടെ നിലനിൽക്കട്ടെ. ഈശ്വരന്റെ ഗാഥ ഇവിടെ എന്നും പ്രചരിപ്പിക്കപ്പെടട്ടെ. ഈശ്വര സങ്കീർത്തനം ഓരോ ഭവനങ്ങളിലും ഉണ്ടാകട്ടെ. ഈശ്വര ആരാധന എല്ലാ ഹൃദയങ്ങളിലും എത്തട്ടെ. അതാണ് പുകഴ്ത്തൽ. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടിനെ ഈശ്വരന്റെ പുകഴ്ത്തലുകൾ കൊണ്ട് ധന്യമാക്കണം. അതിനാണ് ഈ സങ്കീർത്തനങ്ങളൊക്കെ പറയുന്നത്. അതിൽ അല്പം പോലും ലോപം വരാൻ പാടില്ല. പരമഹംസർ പറയും, രാമകൃഷ്ണ പരമഹംസർ പറയും, പ്രാർത്ഥന ചൊല്ലുന്നതിൽ നാണക്കേട് വിചാരിക്കാനേ പാടില്ല പറയും. വിവേകാനന്ദ സ്വാമികളുടെ ഗുരുനാഥനാണ് രാമകൃഷ്ണ പരമഹംസർ. പരമഹംസർ പറയും, നാമം ചൊല്ലുന്നതിൽ ലജ്ജിക്കരുത്. എത്ര ഉച്ചത്തിൽ ചൊല്ലാമോ അത്രയും ഉച്ചത്തിൽ ചൊല്ലണം. നമുക്ക് ഭയങ്കര അഭിമാനം, ദുരഭിമാനം ഒക്കെ വന്നിട്ട് നമ്മൾ ചൊല്ലില്ല. അയൽപ്പക്കത്തെ വീട്ടിൽ ആരും ചെല്ലണില്ല, ഞാൻ മാത്രമായിട്ട് ചൊല്ലണം എന്തിനാ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. പ്രാർത്ഥന ലജ്ജയില്ലാതെ ചൊല്ലേണ്ട ഒരു കാര്യമാണ്. പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക. എന്നിട്ട് പറയാണ്, ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക
ജയിക്കുക മഹാദേവ, ദേവന്മാർക്കെല്ലാം ദേവനായിട്ടുള്ളവനെ, അതാണ് മഹാദേവൻ. ഗ്രേറ്റ് ഗോഡ് എന്നർത്ഥത്തിൽ ദേവന്മാർക്കെല്ലാം ദൈവമായിട്ട്, ദൈവങ്ങളുടെ ദൈവം, അതാണ് മഹാദേവൻ. ആ മഹാദേവൻ ജയിച്ചാലും ദീന അവനപരായണ, ദീനന്മാരെ അവനം ചെയ്യിക്കുന്നവൻ. അവനം ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കുക, പാവത്തുങ്ങളെ രക്ഷിക്കുന്നവൻ, പാവത്തുങ്ങളെ രക്ഷിക്കാൻ സമർത്ഥനായവൻ. അപ്പൊ പാവങ്ങളുടെ വിലാപം കേൾക്കുന്നവൻ. ദീന അവനപരായണ, ജയിക്കുക ചിദാനന്ദ. ചിത്ത് എന്ന് പറഞ്ഞാൽ അറിവ്, ആനന്ദം, ചിദാനന്ദം, ജ്ഞാനാനന്ദം, അറിവിൽ അഭിരമിക്കുന്ന ആ ദൈവമേ നീ ജയിക്കുക. പിന്നെ എന്താണ്? ദയാസിന്ധു, ദയയുടെ കടലേ. അറിവുള്ളവന്റെ ലക്ഷണം എന്തായിരിക്കും? അവന് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? കാരുണ്യം ഉണ്ടാവും. കാരുണ്യം ഇല്ലാത്തവന് അറിവില്ല. നമ്മൾ ഒരുപാട് പണ്ഡിതന്മാരെ നമുക്ക് സമൂഹത്തിൽ കാണാം, പക്ഷെ അവർക്ക് കാരുണ്യം ഉണ്ടാവാറില്ല. കാരണം എന്താ? പുസ്തകങ്ങളൊക്കെ തലയിൽ വെച്ച് വീർപ്പിച്ചിട്ടേ ഉള്ളൂ, അത് ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല. പഠിച്ചതെല്ലാം ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ അനുകമ്പ ഉണ്ടാവുള്ളൂ. അപ്പൊ യഥാർത്ഥ ജ്ഞാനിക്ക് കാരുണ്യം സഹജമായിരിക്കും. ഗുരുദേവനൊക്കെ കാരുണ്യം സഹജമായിരുന്നു. ആ അറിവ് പോലെ തന്നെ ഉത്കൃഷ്ടമായിരുന്നു അവിടുത്തെ ദയയും അവിടുത്തെ കാരുണ്യവും. അതുകൊണ്ടല്ലേ നമ്മളെയൊക്കെ ഇങ്ങനെ അവനം ജയിച്ചത്. നമ്മളൊക്കെയാണ് ദീനന്മാര്. നമ്മൾ വിചാരിക്കുക അയ്യോ ഏത് പാവങ്ങളെയാണാവോ എന്ന് വിചാരിക്കുക. അല്ല, നമ്മളാകുന്ന പാവങ്ങളെ അവനം ചെയ്യിച്ചവനാണ്. നമ്മളിങ്ങനെ ഒരു ഗതിയില്ല പരഗതിയില്ലാതെ കഴിച്ചു കൂട്ടിയിരുന്ന നമ്മളെയാണ് ഗുരു അവനം ചെയ്യിച്ചത്. അപ്പൊ ഈ ഗുരുദേവ കൃതികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗുരു ഏതേത് പദങ്ങൾ ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ അന്തസ്സായിട്ട് ഗുരുവിനും ചേരുന്നതാണ് എന്നുള്ളതാണ്. ഗുരുദേവ കൃതിയുടെ ഒരു വലിയ സവിശേഷതയാണ്. എന്ത് നമ്മൾ വായിക്കുമ്പോഴും ഈശ്വരനെ കുറിച്ച് ഗുരു പറയുന്നതെല്ലാം ഒരു വേള ഒരു ഗുരു ഭക്തൻ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ ഗുരുവിന് ഇണങ്ങുന്നതാണ്. അപ്പൊ അവനപരായണ എന്ന് ഈശ്വരനെ നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെയും മനസ്സിൽ തെളിയുന്നത് ഗുരുവിന്റെ ചിത്രമാണ്. ഗുരു ഉണ്ടായത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ വന്നിരിക്കാൻ പറ്റിയത്, ഇതൊക്കെ പഠിക്കാൻ പറ്റിയത്, ഇതൊക്കെ അറിയിക്കാൻ പറ്റിയത്. ആ കൃപയൊന്ന് ആലോചിച്ചു നോക്കൂ. ആ പണി ഗുരു എടുത്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതൊക്കെ കിട്ടുമായിരുന്നോ? ഇത്തരം അവസരങ്ങൾ കിട്ടുമായിരുന്നോ? ആ ദയാസിന്ധു, ആ ദയയുടെ ആ കരകാണാ കടല് നമ്മൾക്കിടെ മുന്നിലില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രാപ്തമാകാൻ കഴിയില്ലായിരുന്നു. നമ്മൾ ഇന്നും അജ്ഞാനത്തിന്റെ ഇരുണ്ട ഗഹ്വരത്തിൽ ഇങ്ങനെ ഇരപകലുകൾ അറിയാതെ വെറുതെ പാടത്തും വയലത്തും പണിയെടുത്ത് എവിടെയെങ്കിലും ഇത്തിരി നേരം ഉറങ്ങി പിന്നെയും കഴുതയെ പോലെ പണിയെടുത്ത് ജീവിച്ചു പോയനെ. അപ്പൊ ആ അഹേതുക ദയാസിന്ധുവായ, കാരണമൊന്നുമില്ലാത്ത ദയയുടെ ഇരിപ്പിടമായ ഗുരു നമ്മുടെ മുന്നിൽ അവതരിച്ചത് കൊണ്ടാണ് ഇത്രയെങ്കിലും ചിദാനന്ദം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. അതാണ് ഗുരുവിന്റെ മഹിമ. അപ്പൊ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. എന്നിട്ട് അവസാനം പറയാണ്, ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. അവസാനം എന്ത് പറ്റി? ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് എന്ന് പറഞ്ഞത് അവിടെ ഒരു ഭവസാഗരത്തെ നമ്മൾ കണ്ടു അല്ലേ? നാവികൻ നീ ഭവാബ്ധി കണ്ടു. ഇവിടെ എത്തിയപ്പോഴോ ഇവിടെയും ഒരു അബ്ധി ഉണ്ട്, പക്ഷെ അത് ഭവാബ്ധിയല്ല. ഇതെന്താണ്? ഇത് അറിവിന്റെ സാഗരമാണ്. ഇത് സംവിത് സാഗരമാണ്. അത് സംസാര സാഗരമാണ്. സംസാര സാഗരം ദുഃഖത്തിന്റെ സാഗരമാണ്. സംവിത്ത് സാഗരം ജ്ഞാനത്തിന്റെ കടലാണ്. അപ്പോൾ നമ്മളിങ്ങനെ നവീകരിച്ച് ഭക്തൻ അവസാനം ഈ ദൈവമാകുന്ന സമുദ്രത്തിൽ പതിക്കുകയാണ്. ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം. ആണ്ട് പോകണം. എവിടെയാണ് ആണ്ട് പോകേണ്ടത്? സമുദ്രത്തിലേക്ക് വരണം.
ഒരു നദിയുടെ തുടക്കത്തിൽ അതൊരു അരുവിയായിരിക്കും. ഏതെങ്കിലും മലമുകളിൽ നിന്ന് പൂണുനൂല് പോലെ ഒലിച്ചിറങ്ങുന്ന ഇത്തിരി പോന്ന ജലത്തുള്ളികളാണ് പിന്നെ ഒരു അരുവിയായി, ഒരു തടാകമായി, ഒരു പുഴയായി ഏതേത് വഴികളിലൂടെയൊക്കെയാണ് അത് ഒഴുകുന്നത്. കുറേ സമയം നല്ല ഫലഭൂയിഷ്ടമായ വളക്കൂറുള്ള മണ്ണുകളിലൂടെ ഒഴുകും, കുറേ സമയം ഓടയിലൂടെ ഒഴുകും, കുറേ സമയം മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ട് ഒഴുകും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ആരതി കിട്ടും അല്ലേ, ഗംഗയിലൂടെ ഒഴുകുന്ന നേരത്ത് എല്ലാവരും ആദരവോടെ നോക്കും. പക്ഷെ അവസാനം ഈ വ്യക്തിത്വങ്ങളൊക്കെ ഒടുങ്ങിപ്പോകുന്ന നില ഏതാണ്? അത് കടലിലേക്ക് ആ നദി പതിക്കുമ്പോഴാണ്. അതാണ് നദിയുടെ ജന്മസാഫല്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളാകുന്ന നദികളും ഒഴുകുന്നത് ഭഗവാനാകുന്ന സമുദ്രത്തിൽ ഒരു നാൾ നിപതിക്കുന്നതിനാണ്. ആ നിപാതത്തെ കാണിച്ചുകൊണ്ടാണ്, ആ ഒരു നിമഞ്ജനത്തെ പറഞ്ഞുകൊണ്ടാണ് ദൈവദശകം അവസാനിപ്പിക്കുന്നത്. എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഗുരുദേവ മോക്ഷമാണ്. അതുകൊണ്ടാണ് ദൈവദശകം ഐഹികമായ ആമുഷ്മികവുമായ പ്രാർത്ഥനയാണ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ലോക ജീവിതവും ധന്യമാകണം, അത് കഴിഞ്ഞുള്ളതും ധന്യമാകണം. ആ രണ്ട് ധന്യതയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ദൈവദശകം. എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ ഒടുവിൽ നിന്റെ പരമപദം പ്രാപിച്ചതാണ് ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങൾ ആകവെ ആണ്ടുപോയത്. ഐഹിക ജീവിതത്തെ ധന്യമാക്കിയതാണ് അന്നവസ്ത്രാദി മുട്ടാതെ തന്നരക്ഷിച്ചത്. നമ്മൾ ഹോമമന്ത്രമൊക്കെ ചെല്ലുമ്പോൾ പറയില്ലേ, ശ്രേയശ്ച പ്രയശ്ച പ്രയച്ഛ സ്വാഹ അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഹോമദ്രവ്യങ്ങൾ ഇടുക. എനിക്ക് ശ്രേയസിനെയും പ്രയസിനെയും പ്രയച്ഛ തന്നാലും. ശ്രേയസ് എന്ന് പറയുന്നത് ഈ ഒടുവിൽ നിന്റെ പരമപദത്തെയാണ്, മോക്ഷത്തെയാണ്. പ്രയസ് എന്ന് പറയുന്നത് ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിന് വേണ്ടിയുള്ള ഭൗതിക അഭിവൃദ്ധിയാണ്. അപ്പൊ ശ്രേയസിനെയും പ്രയസിനെയും തരുന്ന ഒരു അർത്ഥിക്കുന്ന ഉദാത്തമായ ഒരു പ്രാർത്ഥനാഗീതമാണ് ഈ ദൈവദശകം. അതിൽ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. 3 വട്ടം വാഴണം എന്ന് പറയാണ്. കാരണം ഒന്ന് മുങ്ങിക്കയറാൻ ആഗ്രഹിക്കുന്നില്ല, അവിടെ തന്നെ ആകണം. അതിനാണ് നിത്യം വാഴണം. അങ്ങോട്ട് പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ഉപ്പുപാവ കടലളക്കാൻ പോയ പോലെയാണ്. ഉപ്പുപാവ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് കടലളന്ന് നോക്കിയിട്ട് വരാം, എന്നിട്ട് നിങ്ങളോട് വന്ന് പറയാം കടലിന് എത്ര ആഴുണ്ടെന്ന്. ആരാ കടലളക്കാൻ പോയത്? ഉപ്പുപാവയാണ്. ഉപ്പുപാവ കടലളക്കാൻ പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഉപ്പ് കൊണ്ടുണ്ടാക്കിയ പാവ കടലിലേക്ക് പോകുന്തോറും അലിഞ്ഞലിഞ്ഞലിഞ്ഞ് കടലുമായി സാമ്യം പ്രാപിച്ച് തിരിച്ചു വരാൻ പറ്റിയില്ല. പുറമെ നിന്നവരൊക്കെ കാത്തിരുന്നു, പക്ഷെ ഉപ്പുപാവ വന്നില്ല. ഇതുപോലെയാണ് നമ്മൾ ഗുരുവിനെ തേടി ഈശ്വരനെ തേടി നടക്കുമ്പോൾ പിന്നെ ഒരു തിരിച്ചുവരവില്ല. ആത്യന്തികമായ ആ പാദപത്മങ്ങളിലുള്ള വിലയനമായിട്ട് കാണണം. നിങ്ങളുടെ പഠനവും നിങ്ങളുടെ സ്വാധ്യായവും നിങ്ങളുടെ അന്വേഷണവും ഗുരുവിൻ്റെ പാദങ്ങളിൽ ചെന്ന് ലയിക്കട്ടെ എന്ന് മാത്രം ഈ ദൈവദശകം എന്ന ഈ കൃതിയുടെ അവസാനം നിങ്ങളോടും ആശംസിക്കുവാനുള്ളത്. ഗുരുവിൻ്റെ ധർമ്മം പ്രചരിപ്പിക്കുന്നതോടൊപ്പം ഗുരുവിൻ്റെ ധർമ്മം എന്ന് ഉള്ളിലാകണം എന്ന തത്വബോധത്തെ അനുഭവിക്കാൻ നിങ്ങൾ ഓരോരുത്തർക്കും ഇടവരട്ടെ. ഒരുപാട് സന്തോഷം പുതിയ വിദ്യാർത്ഥികളെ കണ്ടതിൽ, നിങ്ങളോട് കുറച്ച് സമയം ചെലവഴിച്ചതിൽ. നിങ്ങൾ ആരും ഇത് നിർത്തരുത്, തുടരണം, പഠിക്കണം. പഠിച്ച് ആ ഒരു സന്തോഷത്തിൽ നമ്മളുടെ ഇനിയുള്ള കാലത്തെയെങ്കിലും ധന്യതയോടെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റണം. അതിനുള്ള ശേഷിയും ശേഷിയും ഗുരു നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രസാദേട്ടനോടുള്ള നന്ദിയും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഹൃദിസ്ഥമാകാൻ എപ്പോഴും പഠിക്കുമ്പോൾ മനസ്സിലിങ്ങനെ പറയണം, തേജസ്വിനാവധീതവസ്ഥ. ഞാൻ പഠിക്കുന്നതെല്ലാം തേജസ്സുറ്റതായി തീരട്ടെ, വെറുതെ ആവരുത് എൻ്റെ പഠനം എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പഠിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും സന്തോഷം. ഒരു പീഡയറുമ്പിനും വരുത്തരുതിന്നുള്ള അനുകമ്പയും സദാ കരുണാകരൻ
അരുളൻപനുകമ്പ മൂന്നിനും പൊരുളുന്നാണ് ഇതു ജീവതാരകം. അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടിടുക ഈ നവാക്ഷരീ. അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽ സിരനാറുന്ന ഒരുടമ്പുദാനവൻ. മരുവിൽ പ്രവഹിക്കുമമ്പും അപ്പുരുഷൻ നിഷ്ഫല ഗന്ധപുഷ്പമാ. വരുമാറുവിധം വികാരവും വരുമാറില്ല അറിവിന്നിതിന്നുമേ. ഉരുവാം ഉടൽ വിട്ടു കീർത്തിയാം ഉരുവാർന്നിങ്ങ് അനുകമ്പ നിന്നിടും. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ ഭൂതദയാ ക്ഷമാബ്ധിയോ. സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോയി അനുകമ്പയാണ്ടവൻ. പുരുഷാ